അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ ജപമാല മാതാവേ സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ രോഗികൾ, പീഡിതരെ, മാനസിക സംഘർഷം അനുഭവിക്കുന്നവരെ, ഡിപ്രഷൻ അനുഭവിക്കുന്നവരെ, മരുന്ന് കഴിച്ചിട്ട് ഉറക്കം മൂടുകയും ശരീരം തൂക്കം വെക്കുകയും ചെയ്യുന്നതല്ലാതെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാതെ ഡിപ്രഷൻ കൊണ്ട് വേദനിച്ച് ജീവിക്കുന്ന ആൾക്കാരെ കർത്താവേ, നീ അവരെ തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓട്ടിസം കുഞ്ഞുങ്ങളെ, ഹൈപ്പർ ആക്ടിവിറ്റി കുഞ്ഞുങ്ങൾ, അവിടെ മാതാപിതാക്കന്മാരെ മനസ്സ് കെട്ടുപോയവരെ, തകർച്ച സങ്കടം കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റാത്തവർ, ജീവിക്കാൻ വേണ്ടി ജീവിതത്തോട് മൽപ്പിടുത്തം നടത്തുന്നവർ, മരുന്ന് കഴിച്ചിട്ടും രോഗം സുഖമാക്കാതെയും രോഗം പൊറുക്കാതെയും ഇരിക്കുന്നവർ, എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ നിനക്ക് ദൈവസന്ധിപ്പും സൗഖ്യം ലഭിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരാ എന്നേക്കും. ആമേൻ.
എൻ്റെ മക്കളെ, നമ്മളെ ഈ കരിമരുന്നില്ലേ, കരിമരുന്ന് ഇപ്പം ചില ആൾക്കാർ ഉടമ്പടിയിലൊക്കെ ചെയ്യണത് തീ കൊളുത്തു, പക്ഷേ മരുന്നുണ്ടാകത്തില്ല. ഞാൻ പണ്ട് ഈ മാതാവിൻ്റെ വടക്കുവാസം തുടങ്ങിയില്ല. അപ്പോൾ ഞാനൊരു 6-ാം ക്ലാസ്സൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങളുടെ പരിപാടി എന്താണെന്നറിയാമോ? മാതാവിൻ്റെ വടക്കുവാസത്തിന് ഈ ആൾക്കാർക്ക്, ഈ പടുക്കക്കാർക്ക് അറിയാം ഈ മാതാവിൻ്റെ ഈ ഞങ്ങളെല്ലാം ആ നാട്ടിലുള്ള പള്ളിത്തോടുകാർ മൊത്തം കത്തോലിക്കലാണ് അവിടെ ഉള്ളത്. വളരെ അപൂർവമായ അക്രൈസ്തരുള്ളൂ. വളരെ 1, 2, 5, 6 വീട്ടുകാരെ ഉണ്ടാകും. അപ്പോൾ പടുക്കക്കാർക്കറിയാം ഈ വണക്കമാകുമ്പോൾ തന്നെ അവർ കൊട്ടയിൽ പടുക്കോഞ്ഞ് വന്നുകൊണ്ട് വരും. നാട്ടിൻപുറത്തല്ലേ, അപ്പോൾ അവിടെ വേറെ ഇന്നത്തെ പുറത്ത് വണ്ടിയൊന്നുമില്ല ഞാൻ കാലത്ത്. അപ്പോൾ എൻ്റെ ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്ത് തോടാണ്. തോടിൻ്റെ അപ്പുറത്തൂടെ അപ്പോൾ പടക്കക്കാരൻ വരുമ്പോൾ ഞാൻ നോക്കി നിൽക്കും, എനിക്കറിയാത്ത പടക്കക്കാരനാണെന്നറിയാം. അപ്പോൾ അപ്പനെ വിളിച്ചുകൊണ്ട് വരും. കാര്യം അപ്പൻ്റെ കാശ്, നമ്മുടെ കാശില്ലല്ലോ. അപ്പോൾ അപ്പനെ പിടിച്ച് നിർത്തും. ഈ പടക്കക്കാരൻ തോടിൻ്റെ അപ്പുറത്തൂടി പോകുമ്പോൾ അയാൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുകൂടി പോകുമ്പോൾ അപ്പം വിളിക്കണ്ടേ, അത് കാരണം അപ്പനെ വിളിച്ച് നിർത്തും. അപ്പം അതേ പടക്കക്കാരൻ തന്നെ അപ്പം പോയില്ലേ എന്ന് പറഞ്ഞ് വിളിച്ച് നിർത്തും. അപ്പോൾ അപ്പന് ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. കാര്യം മാതാവിൻ്റെ രൂപമൊക്കെ കഴുകി ഞങ്ങളെ കൊണ്ട്, ഞാൻ എപ്പോഴും പറയാറുള്ളത് നിങ്ങളോടല്ലേ, ആ രൂപക്കൂടൊക്കെ ഉണ്ടാക്കി വെക്കണത് മെയ് മാസത്തിലാണ്. അത് അപ്പൻ 2 കാര്യങ്ങൾ ചെയ്യണത് വെച്ചാൽ ഈ തന്നെത്താനാണ് എല്ലാം ചെയ്യത്തുള്ളൂ. എൻ്റെ കുർബാന കുർബാനക്കുള്ള പഠനം പോലും ഞാൻ കുറേ ചമ്മീലുണ്ട്. കാരണം വെച്ചാൽ അപ്പം തന്നെ ഈ കപ്പോലൊക്കെ ഉണ്ടാക്കത്തുള്ളൂ തന്നെത്താൻ. അത് ഈ ലാത്ത പേപ്പറൊക്കെ വെച്ചുണ്ടാക്കും. അതും തലയിൽ വെച്ചുകൊണ്ടാണ് ഞാൻ കുർബാനക്കുള്ള പഠനം പോയത്. അപ്പോൾ അത് ചില ആൾക്കാരെല്ലാം നോക്കും. അവിടെ ഒരു 10-100 പിള്ളേരുണ്ടെങ്കിൽ എല്ലാവരുടെ ആൾക്കാരെല്ലാം എൻ്റെ തലയുടെ നോക്കണത്. അതപ്പോഴും ഈ മുല്ലപ്പൂവൊക്കെ ഇങ്ങനെ ഞാൻ ഇന്ന് പറഞ്ഞു, എനിക്കാണെങ്കിൽ ലോക ചമ്മലാണ് ഈ സംഭവം. കാര്യം പുള്ളിക്കാരെല്ലാം ഇങ്ങനെ സ്വന്തമായിട്ട് ഉണ്ടാക്കുകയും അങ്ങനെ ഒരു കലാകാരനായിരുന്ന ആൾ. അതുകൊണ്ട് രൂപക്കൂട് ഉണ്ടാക്കും. ഇതുപോലെ രൂപക്കൂട് ഉണ്ടാക്കി അപ്പം ഒരു 1.5 ദിവസത്തെ പണിയാണത്. എന്നിട്ട് ലാത്തപ്പൂവൊക്കെ വെട്ടി ഒരു കൂടൊക്കെ ആക്കി മാതാവിൻ്റെ അടുത്ത് വെച്ച് കഴിയുമ്പോൾ അപ്പന് സമാധാനമാകും. എന്നിട്ട് അതിൻ്റെ അകത്ത് അപ്പൻ എല്ലാ ശനിയാഴ്ചയും പോയി എല്ലാ ദിവസവും പൂ പറിച്ച് വെക്കാത്ത ഒറ്റ ദിവസം ഉണ്ടാകത്തില്ല, എല്ലാ ദിവസവും പൂ പറിച്ച് വെക്കും. അത് വീട്ടിൽ ചെയ്തുകൊണ്ടിരുന്ന അപ്പനാണ്, അമ്മയല്ല. എല്ലാ വീടുകളിലും കുഞ്ഞുങ്ങളും സ്ത്രീകളൊക്കെ അല്ലേ ചെയ്യണത്. ഇത് അപ്പനാണ് ചെയ്തുകൊണ്ടിരുന്നത് എല്ലാം. ഈ പൂ പറിച്ച് വെക്കണതും ഒരു 10-12 ചെമ്പരത്തി പൂ പറിച്ചിട്ട് വെക്കും. അപ്പോഴേ എന്താ സാധിക്കും, പടുക്കക്കാരനെ വിളിച്ചിട്ട് വരുമ്പോൾ വലിയ കാശൊന്നും ഉണ്ടാകത്തില്ല, കൊച്ചു കാശേ കൂടുതൽ സാധനം മേടിക്കണമെന്നുള്ളതാണ് എല്ലാവരുടെ എൻ്റെ അപ്പൻ്റെയൊക്കെ തലയിരിക്കണത്. അപ്പോൾ ഞാനിങ്ങനെ പടുക്കത്തിൻ്റെ ഇത് മാറ്റി നോക്കും. ഇങ്ങനെ പടുക്കത്തിൻ്റെ അടിയിൽ ഇറിച്ചിൽ വാണമെന്ന് പറഞ്ഞ സാധനമുണ്ട്, ഇപ്പം ഇല്ലത്. അപ്പോൾ ഞാൻ ഇറിച്ചിൽ വാണം ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, അവിടെ പടുക്കത്തിൽ അടി വെച്ചിരിക്കും. അപ്പോൾ അത് നമ്മൾ വാങ്ങിച്ച് ഇത്രയുള്ളൊരു സാധനമാണ്. അതിൻ്റെ അകത്ത് മുഴുവനും കരിമരുന്നാണ്. കരിമരുന്ന് കയറ്റിയിട്ട് അപ്പൻ്റെ അപ്പോൾ 2 ഇറിച്ചിൽ വാണമേ മേടിക്കത്തുള്ളൂ. ഒരു വണക്കത്തിൻ്റെ ദിവസം കത്തിക്കാൻ വേണ്ടി 5-8 പടുക്കവും പൊട്ടിക്കും. 2 ഇറിച്ചിൽ വേണം. അത് അപ്പം തന്നെ വിട്ടുള്ളൂ, നമ്മളെ കാണിക്കുന്നേ ഉള്ളൂ. തിരി കത്തിച്ച് സന്ധ്യയ്ക്ക് ഇങ്ങനെ തീയും കത്തിച്ച് വെച്ചും അപ്പൻ ഇറിച്ചിൽ വേണം വിടും. ഞങ്ങളുടെ കിഴക്ക് വശത്ത് കുറച്ച് സ്ഥലമുള്ള കാരണം അപ്പൻ അങ്ങോട്ടാണ് വിടണത്. പക്ഷേ ആ ഇറിച്ചിൽ വേണം കെട്ടണമെങ്കിൽ 2 അപ്പനമ്മ ഒരു ഗുസ്തി ഉണ്ടാകും. അതൊക്കെ പോകുമ്പോൾ എന്നുവെച്ചാൽ പെരടിക്കണ ചൂലിനടിക്കുക എന്നാണ് ഈ ഇറുക്കിലെടുക്കേണ്ടത്. അത് അപ്പം പൊക്കിയെടുക്കും. അപ്പോൾ അമ്മ അവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കും. എന്നിട്ട് ഈ ഇറിച്ചിൽ വാണത്തിൽ ചാക്കുന്നൂല് കൊണ്ട് ഈ വാല് കെട്ടി വെക്കണം ഈ ഇറുക്കലിൻ്റെ, എന്നിട്ടാണ് കത്തിച്ച് വിടുന്നത്. പക്ഷേ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മളിങ്ങനെ കത്തിച്ചാലും ചില ഇറിച്ചിൽ വാണം വിട്ടാലും പോകത്തില്ല. കാര്യം അത് മരുന്ന് നനഞ്ഞിട്ടുണ്ടാകും. അതിപ്പോൾ ഈ പണ്ടത്തെ പെരയും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ എങ്ങനെയായാലും വർഷകാലത്ത് ഈ മെയ് മാസത്തിലൊക്കെ ചില സമയത്ത് മെയ് അവസാനം ആകുമ്പോഴൊക്കെ മഴയുടെ പൂരമായിരിക്കും, അത് പോകത്തില്ല. എന്നാലും എങ്ങനെയെങ്കിലുമൊക്കെ അത് സൂക്ഷിച്ചൊക്കെ വെച്ച് 1-2 പൊട്ടിക്കും. പക്ഷെ അത് മാതാവുമായിട്ടുള്ളൊരു ബന്ധത്തിൻ്റെ ഒരു വീട്ടിലെ പെരുന്നാളാണേ. വീട്ടിലെ പെരുന്നാൾ കരിമരുന്ന് പ്രയോഗവും പെരുന്നാളൊക്കെയാണ് ഈ വണക്കമെന്ന് പറയണത്. നിങ്ങളുടെ വീട്ടിലൊക്കെ അത് ഉണ്ണേ കളയരുത് കേട്ട. അത് നമ്മൾ ദൈവമായിട്ട് ഉള്ള ഒരു ഭയങ്കര സൗഹൃദമായിട്ടുള്ള സമ്മേളനമാണ് ആ സായാഹ്നങ്ങളൊക്കെ വണക്കം. അതൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ മാതാപിതാക്കന്മാർ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന
ഒരു വേദപാഠം കൂടിയാണത് ഈ വണക്കം എന്ന് പറയണത്. അതൊക്കെ പോയിട്ട് പിന്നെ എന്താ ഉള്ളത്, ഇവന്മാർ റീലും നോക്കിക്കൊണ്ടിരിക്കും. എന്നാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ റീൽ നോക്കാൻ വേണ്ടി പിള്ളേരുടെ വഴിക്ക് വിട്ടു. എന്നിട്ട് അവർ 10-50 വയസ്സാകുമ്പോൾ അവർക്ക് 50 പൈസ നിങ്ങളെടുത്ത് പുറത്ത് കളയാം, അത്രേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടുപോയിടും. അങ്ങനെ കിട്ടാൻ കുഴപ്പമൊന്നുമില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവരെ കർത്താവിനെ കൊടുത്തിട്ടില്ല. അവർക്ക് കർത്താവ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏത് പട്ടിണിയാണെന്ന് പറഞ്ഞാൽ അവർ നിങ്ങളെ നോക്കും, സംരക്ഷിക്കും. നിങ്ങൾ തന്നെ അതിൻ്റെ അകത്ത്, എനിക്കിൻ്റെ അകത്ത് ഒരു സങ്കടമൊന്നും തോന്നാറില്ല. ചില ആൾക്കാർക്ക് ചില ഭവിഷ്യത്ത് സംഭവിക്കുമ്പോൾ അവർ കൊടുക്കേണ്ട സമയത്ത്, അവരുടെ കൈ കുഞ്ഞുങ്ങളുണ്ടാകുന്ന സമയത്ത് അവർക്ക് വേറെ കലാപരിപാടിയൊക്കെ ആയിരുന്നു, അവർ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും നിങ്ങൾ തിരിച്ചു വരുമ്പോൾ അവർക്ക് നിങ്ങളെ ശ്രദ്ധിക്കണം നിർബന്ധമില്ല. അപ്പം അതിൽ ഞാൻ പറഞ്ഞു വരണത്, ഈ ചില ആൾക്കാർ ഈ ഉടമ്പടി എടുക്കണത് ഇങ്ങനെ കത്തിക്കും, പക്ഷേ ഇരുത്തിൽ വേണം മുന്നോട്ട് പോകത്തില്ല. അവിടെ ഉടമ്പടി മുന്നോട്ട് പോകത്തില്ല. അതെന്താ കാര്യം? ഒന്നെങ്കിൽ മരുന്ന് നനഞ്ഞതായിരിക്കും, അല്ലെങ്കിൽ എന്ത് മരുന്ന് ഉണ്ടാകത്തില്ല. ആ മൂട്ടിൽ കുറച്ച് കത്തിക്കുകയായിരിക്കും നമ്മൾ. അതിനുശേഷം ഇത് മുന്നേ പോകണ്ടേ? എന്താ കാര്യത്തിന്? ഉടമ്പടിയുടെ മരുന്നെന്ന് പറയുന്നത് പ്രേക്ഷിത പ്രവർത്തനമാണ്. അത് എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം. അത് എന്നോട് മാതാവ് ഒത്തിരി പറഞ്ഞിട്ടുണ്ട് ആ കാര്യത്തെക്കുറിച്ച്. എൻ്റെ പരിശുദ്ധാത്മാവ് ഈശോയും എല്ലാവരും എന്നെ പഠിപ്പിച്ചിരിക്കുന്ന ഈ സംഭവമാണ് പ്രേക്ഷിത പ്രവർത്തനം. എന്താണ്? കർത്താവിനെ അറിയാത്തവരെ അറിയിക്കണം. ഒരാളെ കണ്ടാൽ കർത്താവിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കണം. ഒരാളെ കണ്ടാൽ കർത്താവിനെക്കുറിച്ച് സംസാരിക്കണം. അങ്ങനെ കർത്താവിനെക്കുറിച്ച് സംസാരിക്കുന്ന ആളാണെന്ന് ദൈവത്തിനെ ബോധ്യപ്പെടുത്തണം. അതാണ് ദൈവത്തിൻ്റെ സ്ഥൈര്യലേപനം എന്ന് ഞാൻ പറയും. നമുക്ക് നാളെ അതിനെക്കുറിച്ച് പറയാേ. ദൈവത്തിൻ്റെ ഇപ്പം നമുക്ക് മാത്രം ശരീരലേപനം കിട്ടിയാൽ പോരെ, തിരിച്ച് ദൈവത്തിന് ശരീരലേപനം കിട്ടണം. അതായത് കർത്താവിന് കൈമാറുന്ന വ്യക്തി കാണുമ്പോൾ, ഇപ്പം ചില ആൾക്കാരുടെ കുഴപ്പം വെച്ചാൽ അവരാ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന മാത്രമേ ചെയ്യത്തുള്ളൂ ഉടമ്പടിയുടെ. അവർ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യത്തില്ല. ഇപ്പോൾ ഉദാഹരണം നോക്കിയേ, സാത്താൻ ഇടിമിന്നൽ പോലെ താഴെ വീണമെന്ന് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞില്ലേ? ഉടമ്പടി ദേഹത്തിൽ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണ് വരുന്നത്? ലൂക്ക 10:18 അവൻ പറഞ്ഞു സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിബന്ധിക്കുന്നത്. ആ ഉപമ പറയേണ്ട വല്ല കാര്യമുണ്ടാ? പക്ഷെ പറയണം. കാര്യം സ്വർഗത്തിൽ നിന്ന് മുകളിൽ താഴെ വീഴുന്ന പല സാധനങ്ങളുണ്ട്. എന്താണ്? സാത്താൻ താഴെ വീഴണത് അപ്പം തടി വീഴണ പോലല്ല. അപ്പം തടി വീഴണമെങ്കിൽ താഴെ വരുമ്പോൾ ഒരു കൊല്ലം എടുക്കും. അങ്ങനെയല്ല. സാത്താൻ എന്ന് പറഞ്ഞാൽ വീഴുകയാണ്. എപ്പോഴാണ് വീഴണത്? എങ്ങനെയാണ് ഇങ്ങനെ തിന്മയുടെ ശക്തി നമ്മുടെ കുടുംബത്തിൽ പെട്ടെന്ന് അകന്നു പോകണം? എന്താ? അത് പ്രേക്ഷിത വേല ചെയ്യുമ്പോഴാണ്. മത്തായിയുടെ സുവിശേഷം 10:7 പോകുമ്പോൾ അവരെ പറഞ്ഞു വിടണതാണ്. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറയണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അതായത് നിത്യതയെക്കുറിച്ച് പറയണം. അതാ ഉദ്ദേശിക്കുന്നത്. സ്വർഗരാജ്യം സമീപിച്ചിരിക്കണം എന്നല്ല പറയേണ്ടത്. അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ പോകുമ്പോൾ എന്തിനെക്കുറിച്ച് പറയണം? നിത്യതയെക്കുറിച്ച് പറയണം. ബൈബിൾ എന്ത് പറയണം? ബൈബിളിൻ്റെ ലക്ഷ്യം എന്താ? നിത്യതയല്ലേ. നിത്യതയെക്കുറിച്ച് പറയാതെ ആൾക്കാർ പറയും ഭൂമിയെക്കുറിച്ചാണ് പറയണത്. അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കണ എല്ലാവരും ചോദിക്കണ ഭൂമിയെക്കുറിച്ചല്ലേ. വല്ലതും പിള്ളേരായില്ലേ എന്ന് ചോദിക്കുന്നത് ഭൂമിയെക്കുറിച്ചല്ലേ ചോദിക്കണേ. കല്യാണം കഴിഞ്ഞിട്ട് കഴിയുമ്പോൾ തന്നെ 2-3 മാസം കഴിയുമ്പോൾ തന്നെ ആയാന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. എന്താ? അത് ഭൂമിയെക്കുറിച്ചാണ് ചോദിക്കണേ. ജോലി അത് ഭൂമിയെക്കുറിച്ചാണ് ചോദിക്കണേ. പ്രൊമോഷനായ അതും ഭൂമിയെക്കുറിച്ചാണ് ചോദിക്കണേ. ലൈഫിൻ്റെ വീട് കിട്ടിയ അതും എല്ലാം ജനങ്ങൾ മുഴുവൻ ചോദിക്കണ ഭൂമിയെക്കുറിച്ചാണ്. പക്ഷേ ഈശോ പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ സ്വർഗരാജ്യത്തെക്കുറിച്ച് ചോദിക്കണമെന്ന്, നിത്യതയെക്കുറിച്ച് ചോദിക്കണമെന്ന്. അതാണ് എൻ്റെ വ്യത്യാസം എന്ന് പറയണത്. നിത്യതയെക്കുറിച്ച് ചോദിക്കണം. അപ്പോഴാണ് യേശു ക്രിസ്തുവിൻ്റെ സ്വന്തം എന്ന് പറയണത്. കർത്താവിൻ്റെ സ്വന്തമായി കഴിഞ്ഞാൽ ഇവിടുത്തെ മെയിൻ പ്രോബ്ലം എന്താ? നമ്മുടെ ജീവിതത്തിൽ വരുന്ന നിങ്ങൾ കുറേ ഫങ്ഷനൊക്കെ ചെയ്യുന്നുണ്ട്. അതല്ല, ദൈവത്തിന് തോന്നണം നമ്മുടെ സ്വന്തം ആളാണെല്ലാം തോന്നണം. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ. നിത്യതയെക്കുറിച്ച് ചോദിക്കണം. അപ്പം അങ്ങനെ നമ്മൾ നിത്യതയെക്കുറിച്ചുള്ള മറ്റുള്ളവരെ ആത്മീയമായിട്ട് ക്രിസ്തുവിനെ വളർത്തുന്ന സുവിശേഷം വരെ ചെയ്താൽ സാത്താൻ ഇടിമിന്നൽ പോലെ താഴെ വീഴുമെന്ന്. തിന്മ അങ്ങനെ അകന്നു പോണത്. അപ്പം തിന്മ അകന്നു പോകാൻ വേണ്ടിയുള്ള മാർഗം എന്ന് പറയണത്
ദൈവിക മാർഗം ഒന്ന് മാത്രമേ ഉള്ളൂ. അതെന്താണ്? ദൈവത്തെ, മറ്റുള്ളവർക്ക് ദൈവിക പദ്ധതികൾ. ആ ഉടമ്പടിയിലാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. കാര്യം ഉടമ്പടി നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ സുവിശേഷ വേല ചെയ്യാതെ പറ്റത്തില്ല, എല്ലാ ദിവസവും ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്യുന്ന അനേകം മക്കളുണ്ട്. ഇന്നെല്ലാം ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ കൃപാസനത്തിൻ്റെ സാക്ഷ്യം നിങ്ങൾ കണ്ടില്ലേ, പകുതി മുക്കാലും നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് സാക്ഷ്യം പറയണില്ല. ഇപ്പോൾ 3 ഡോക്ടർമാരൊക്കെ ഒരുമിച്ച് കയറിയില്ല ഈ ദിവസങ്ങളിൽ. അതെന്താ? അവർക്ക് ബോധ്യപ്പെട്ടു ഇതിനെക്കുറിച്ച്, ഈ വിഷയത്തെക്കുറിച്ചോ. കാര്യം ഇതിനകത്ത് സുവിശേഷ വിഹിതമായ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ആരുടെ പൊടിപ്പും തൊങ്ങലും കൊണ്ട് ഒരു സംഭവം ഫാബ്രിക്കേറ്റ് ചെയ്തെടുത്തിരിക്കണമല്ല. ബൈബിളെ കടഞ്ഞപ്പോൾ പൊങ്ങിയ വെണ്ണയാണ് ഉടമ്പടി എന്ന് പറയുന്നത്. അത് കഴിക്കുന്നതിനൊക്കെ തെളിഞ്ഞ് വരും. പിതാവിൻ്റെ ആദ്യമായി മാതാവിനും തിരുക്കുമാരനും എനിക്കിവിടെ വരാൻ കഴിഞ്ഞത് ഞാൻ നന്ദി പറയുന്നു. ഞാനിവിടെ ആദ്യം വന്നത് ഒരുപാട് സാമ്പത്തിക പ്രയാസങ്ങളിലൂടെയാണ്. എൻ്റെ പേര് ഷെമി എന്നാണ്. ഞാൻ തിരുവനന്തപുരത്തു നിന്നാണ് വരുന്നത്. ഒരുപാട് സാമ്പത്തിക പ്രയാസങ്ങളിലൂടെയാണ് ഞാനിവിടെ വന്നത്. പക്ഷേ എനിക്ക് എൻ്റെ ജോലിയിലൂടെ ഇൻസെൻറ്റീവായോ അല്ലാതെയും വലിയ എമൗണ്ടുകൾ എനിക്ക് ഇൻസെൻറ്റീവായി കിട്ടുകയും അങ്ങനെ എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം എനിക്ക് കരകയറാനേ എനിക്ക് കഴിഞ്ഞു. പിന്നെ ഞാൻ പറയുന്നത്, എൻ്റെ ഹസ്ബൻഡിന് ഒരു കേസുണ്ടായിരുന്നു. 8-10 വർഷമായിട്ട് കേസ് നടക്കുമായിരുന്നു. അതിൽ ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി ഒരു തരത്തിലും വരത്തില്ലായിരുന്നു. അവസാനം ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടിയിൽ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ കേസ് നമുക്ക് അനുകൂലമായി വരികയും ലീഗലി പരിപൂർണമായും ക്ലിയർ ആവുകയും കേസിൽ നിന്ന് പൂർണ്ണമായും മോചിതമാവുകയും ചെയ്തു. അത് വസ്തു അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു ചെറിയ കേസായിരുന്നു. പക്ഷേ അത് ഒരു തരത്തിലും അപ്പുറത്തുള്ള ആൾ അതിനെ അംഗീകരിക്കാനോ ആക്സെപ്റ്റ് ചെയ്യാനോ തയ്യാറാവാതെ ഒരു തരത്തിലും കേസിൽ നിന്ന് നമുക്ക് വസ്തുവിനെ പിൻവലിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു. അതിൻ്റെ പേരിൽ 8-10 വർഷമായിട്ട് കോടതിയിൽ ഓരോ തവണയും ഹസ്ബൻഡ് കയറി ഇറങ്ങുമായിരുന്നു. പക്ഷേ എന്നിട്ടും അതിലൊരു മോചനം കിട്ടാത്ത അവസ്ഥയിലായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി നമുക്ക് അനുകൂലമായ വിധി വരികയും അതുമാത്രമല്ല ഇനി അവർ പൂർണ്ണമായും കേസിൽ നിന്ന് പിൻവലിക്കുകയും ചെയ്തു. അതുമാത്രമല്ല വസ്തു വിൽക്കാനായിട്ട് ഞങ്ങൾക്ക് നല്ല തടസ്സം ഉണ്ടായിരുന്നു. വാസ്തുദോഷമൊന്നും അങ്ങനെയൊക്കെ പറഞ്ഞ് വസ്തുവിൽ വീട് വിൽക്കാനായിട്ട് നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാനിവിടെ നിന്ന് ഉടമ്പടി നേർച്ച വസ്തുവായ ഉടമ്പടി ഉപ്പ് അവിടെ കൊണ്ടിട്ടതിൻ്റെ ഫലമായിട്ട് തടസ്സങ്ങളൊന്നുമില്ലാതെ ഒരാൾ വസ്തു വാങ്ങാൻ സമ്മതിക്കുകയും വാസ്തു ഒന്നും നോക്കുന്നില്ല, എനിക്കതിലൊന്നും വിശ്വാസമില്ല എന്ന് പറഞ്ഞ് ഞങ്ങളുടെ വസ്തു വാങ്ങാൻ വരികയും തടസ്സങ്ങളൊന്നും കൂടാതെ നമുക്ക് വസ്തു വിചാരിച്ച പോലെ വസ്തു വിൽക്കുവാനും കഴിഞ്ഞു. അതുപോലെ ഞങ്ങൾക്ക് നല്ലൊരു വസ്തു വാങ്ങുവാനും അതിൽ ലോണോ ബാധ്യതയോ ഒന്നുമില്ലാതെ വീട് പണി തുടങ്ങുവാനും കഴിഞ്ഞു. ഇതെല്ലാം ആ വസ്തുവിൽ ഞാൻ വാങ്ങാൻ നോക്കിയിട്ടിരുന്ന വസ്തുവിൽ ഞാൻ അഡ്വാൻസ് കൊടുത്ത ശേഷം ഇവിടെ നിന്ന് കൊണ്ടുപോയ ഉടമ്പടി ഉപ്പ് എല്ലാ ദിവസവും ഇടയ്ക്കിടയ്ക്കൊക്കെ അവിടെ കൊണ്ടുപോയി തളിച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, ഈ വസ്തു എനിക്ക് ലോണോ ബാധ്യതയോ ഇല്ലാതെ വാങ്ങാൻ പറ്റണമെന്ന്. അതുപോലെ തന്നെ എനിക്കത് വാങ്ങുവാൻ കഴിഞ്ഞു. അതുപോലെ ഇപ്പോൾ അതിലൊരു വീട് പണി ഞാൻ നടത്തുന്നുണ്ട്, പൂർത്തിയായിട്ടില്ല. അത് മാതാവും തിരുക്കുമാരനും അത് പൂർത്തിയാക്കി തരുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എൻ്റെ മകൻ്റെ പഠനത്തെക്കുറിച്ചാണ്. അവൻ 10ാം ക്ലാസ് CBSE പരീക്ഷ എഴുതിയിരുന്നതാണ്. അവൻ പഠിത്തത്തിൽ നല്ല ഉഴപ്പായിരുന്നു. അവന് പരീക്ഷയാകുമ്പോൾ എല്ലാ പരീക്ഷകളിലും അവന് അസുഖം വരും. ഹോസ്പിറ്റലിലായിരുന്നു. പഠിച്ചാൽ മനസ്സിലാകത്തില്ല. വീട്ടിൽ നിന്ന് പഠിച്ചിട്ട് പോകും, പരീക്ഷ ഹാളിലെത്തുമ്പം അവനെ എഴുതാൻ പറ്റത്തില്ല. മിക്ക ദിവസവും പരീക്ഷയ്ക്ക് മാർക്ക് കുറവായിരുന്നു. പക്ഷേ ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി CBSE റിസൾട്ട് വന്നപ്പോൾ നേർച്ച വസ്തുവായിട്ട് പരീക്ഷ എഴുതാൻ പോയപ്പോൾ ഉടമ്പടി കാശ് രൂപമല്ല, മാതാവിൻ്റെ കാശ് രൂപമുള്ള മാല ഞാൻ അവൻ്റെ കഴുത്തിൽ ഇട്ട് കൊടുക്കുകയും ഹാൾ ടിക്കറ്റ് വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. റിസൾട്ട് വന്നപ്പോൾ 93% കൂടി എൻ്റെ മകൻ സ്കൂൾ ടോപ്പറായി. അതുകൊണ്ടാണ് ഞാൻ സാക്ഷ്യം പറയാമെന്ന് നേർന്നിരുന്നു. അതുകൊണ്ടാണ് മകനെയും കൊണ്ട് ഞാൻ വന്നത്. ഇതല്ലാതെ ചെറുതും വലുതുമായ എനിക്ക് മാത്രമല്ലാതെ എനിക്ക് പരിചയമുള്ളവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവർക്കും പല കാര്യങ്ങളും സാധിച്ചിട്ടുണ്ട്. വലുതും ചെറുതുമായ ഞാൻ ഇതിൽ പറഞ്ഞതും പറയാത്തതുമായ ഒത്തിരി അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ അത്ഭുതമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. സാമ്പത്തികമായി ബുദ്ധിമുട്ടുമ്പോഴൊക്കെ എനിക്ക് എവിടെന്നെങ്കിലും ഒരു വരുമാന മാർഗ്ഗം അല്ലെങ്കിൽ ഒരു വരുമാനം ഞാൻ പോലും അറിയാത്ത രീതിയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് എൻ്റെ ജോലിയിൽ ലക്ഷങ്ങളുടെ ഇൻസെൻറ്റീവ് എനിക്ക് വാങ്ങാൻ കഴിഞ്ഞു.
ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാതെയാണ് എനിക്കതെല്ലാം ചെയ്യാൻ കഴിഞ്ഞത്. പിന്നെ എനിക്ക് ആരോഗ്യപരമായി എന്തെങ്കിലും പ്രശ്നം വന്നാലും ഇവിടുത്തെ ഉടമ്പടി തൈലം പുരട്ടിയാണ് ഞാനത് ഇതാക്കുന്നത്. എനിക്ക് മാത്രമല്ല, എൻ്റെ കുഞ്ഞിനായാലും എൻ്റെ ഹസ്ബൻഡിനായാലും ആർക്കായാലും ആരോഗ്യ പ്രശ്നം എന്ത് വന്നാലും ഞാനത് ആദ്യം അത് പ്രാർത്ഥിച്ചിട്ടേ മറ്റെന്ത് കാര്യവും ചെയ്യത്തുള്ളൂ. കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തത് ഈ ഫേസ്ബുക്കിലൊക്കെ വരുന്ന ഈ ചികിത്സാ സഹായം ആവശ്യപ്പെട്ട് വരുന്നത് ജെന്യൂനാണോ എന്ന് നോക്കിയിട്ട് അങ്ങനെയുള്ളവർക്ക് എമൗണ്ട് അയച്ചു കൊടുക്കുമായിരുന്നു. അവർക്ക് എന്നെ അറിയത്തുമില്ല, എനിക്ക് അവരെയോ അറിയത്തില്ല. പക്ഷേ അത് ജെന്യൂനാണോ എന്ന് ഞാൻ കുറേ നോക്കിയിട്ട് അങ്ങനെയുള്ളവർക്കുള്ള എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ 50 100 അങ്ങനെ പറ്റുന്ന രീതിയിൽ അയച്ചു കൊടുക്കുക, അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് അവരെ കൊണ്ടും അയപ്പിക്കുന്ന രീതിയിൽ ഞാൻ ചെയ്യുമായിരുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തിരുന്നത് പത്രവിതരണമായിരുന്നു. ഉടമ്പടി എടുത്തതിൽ എനിക്ക് തെറ്റുകളിൽ നിന്നൊക്കെ കുറേ മുക്തമാകാൻ കഴിഞ്ഞു. എനിക്ക് ഭയങ്കരമായ ദേഷ്യം വരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഭയങ്കര ടെൻഷനും ഡിപ്രഷനും ഒക്കെ ആങ്സൈറ്റിയൊക്കെ ഉള്ള ഒരു വ്യക്തിയായിരുന്നു. കുഞ്ഞു കാര്യത്തിന് വരെ ഭയപ്പെടുന്നു. ഇപ്പോഴും ഭയമൊക്കെ ഉണ്ട്, എങ്കിലും പഴയതിനെ അപേക്ഷിച്ച് ഒരുപാട് സമാധാനപരമായിട്ട് പോകാൻ എനിക്ക് കഴിഞ്ഞു. കുറേ കാര്യങ്ങളിൽ ക്ഷമ നേടാൻ കഴിഞ്ഞു. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന വ്യക്തിയാണ് ഞാൻ. പെട്ടെന്ന് എടുത്ത് ചാടി പ്രവർത്തിക്കും, ദേഷ്യപ്പെടും. ഭയങ്കര വൈരാഗ്യമൊക്കെ വെച്ച് പുലർത്തുന്ന ഒരാളായിരുന്നു. ഇപ്പോൾ എന്നിൽ നിന്ന് അതെല്ലാം മാറി. എനിക്കിപ്പോൾ അസൂയ അങ്ങനെയൊന്നുമില്ല. മറ്റത് നമുക്ക് അസൂയൊക്കെ ഉണ്ടാകുന്ന ഒരു സ്വഭാവമായിരുന്നു. ഇപ്പോൾ അതിൽ നിന്നെല്ലാം എൻ്റെ മനസ്സിന് കുറേ മാറ്റങ്ങളുണ്ട്. എൻ്റെ കുടുംബത്തിലും ഒരുപാട് വ്യത്യാസങ്ങളുണ്ടായി. എല്ലാത്തിനും മാതാവിനും യേശുപ്പനോടും 100,000 നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 115, 11, 12 തിരുവചനങ്ങൾ. കർത്താവിൻ്റെ ഭക്തരെ, കർത്താവിൽ ആശ്രയിക്കുവിൻ, അവിടുന്നാണ് നിങ്ങളുടെ സഹായവും പരിചയം. കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. ഷമി എന്ന ഈ അക്രൈസ്തവ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിലൂടെ ലഭിച്ച നിരവധിയായ അനുഗ്രഹങ്ങളെ അമ്മയുടെ തിരുനടയിൽ സന്തോഷത്തോടെ പങ്കുവയ്ക്കുന്നു, സാക്ഷ്യപ്പെടുത്തുന്നു. സഹോദരി ആദ്യം സൂചിപ്പിച്ചു, ഒരു കുരുക്ക് പോലെ എത്ര അടിക്കുവാൻ നോക്കിയിട്ടും അഴിയപ്പെടാത്തതും കൂടുതൽ മുറുകിക്കൊണ്ടിരുന്നതുമായ ഒരു കോടതി വ്യവഹാരം, അത് അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് മൂന്നാമത്തെ പുതുക്കലിലേക്ക് എത്തുമ്പോൾ അത്ഭുതകരമായിട്ട് ആ വസ്തു അറ്റാച്ച് ചെയ്തിരുന്ന വിഷയത്തിൽ നിന്ന് അതിൻ്റെ എതിർകക്ഷി പൂർണ്ണമായി പിന്മാറുകയും ആ വസ്തു സ്വതന്ത്രമാകും വിധം കാര്യങ്ങൾ അമ്മ മാതാവ് ക്രമീകരിച്ച് നൽകുകയും ചെയ്തു. ശരിക്കും ആ ഒരു നാളുകളിലാണ് കുടുംബം ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. പിന്നീട് ഒരു വസ്തു വാങ്ങുവാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ ആ കണ്ട വസ്തുവിൽ പോയി ഉടമ്പടി ഉപ്പ് വിതറി പ്രാർത്ഥിച്ച് അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് അതിൽ ആദ്യകാലം ഇത്തിരി തടസ്സങ്ങളൊക്കെ തോന്നിയെങ്കിലും വസ്തു വാങ്ങുവാൻ ആവശ്യമായ സാമ്പത്തിക സാഹചര്യങ്ങൾ അമ്മ ഒരുക്കി കൊടുക്കുകയും സൂചിപ്പിച്ചതുപോലെ ജോലിയിൽ മേൽഗതി കൊടുത്തുകൊണ്ട് അപ്രതീക്ഷിതമായ ഇൻസെൻറ്റീവ്സ് സഹോദരിക്ക് ലഭിച്ചതിലൂടെ ആ ബാധ്യതകൾ അധികമൊന്നുമില്ലാതെ വസ്തു വാങ്ങുവാനുള്ള വഴികൾ അമ്മ മാതാവ് തുറന്നു കൊടുത്തു. മകന് പഠിക്കാൻ കഴിവുള്ള ഒരു മകനാണ്, എങ്കിലും പരീക്ഷകൾക്ക് മാർക്ക് കുറവായിരിക്കും. രോഗക്ലേശങ്ങൾ പരീക്ഷാകാലത്ത് വരികയും ചെയ്യും. അതായിരുന്നു മകനുണ്ടായിരുന്ന പ്രധാനപ്പെട്ട പ്രയാസം. അപ്പോൾ പരീക്ഷയുടെ 10ാം ക്ലാസ്സിൻ്റെ അവസാന പരീക്ഷ വരുമ്പോൾ അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് മകനെ കൂടി ചേർത്ത് നിർത്തി ഉടമ്പടിയുടെ പ്രാർത്ഥനകൾ ചൊല്ലി ഉടമ്പടി തൈലം നെറ്റിത്തടത്തിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് അതോടൊപ്പം അമ്മ മാതാവിൻ്റെ ഒരു കാശുരൂപം ധരിപ്പിച്ച് അമ്മയുടെ സംരക്ഷണയിൽ പരീക്ഷയ്ക്ക് വേണ്ടി അയക്കുകയും മകനോ അമ്മയോ ഇവരാരും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ സ്കൂളിലെ ടോപ്പറായിട്ട് ഏറ്റവും മികച്ച മാർക്കോടെ 93% മാർക്കോടുകൂടി ആ പരീക്ഷകളുടെ വിജയം നേടുവാൻ മകന് സാധിച്ചതിൻ്റെ സന്തോഷമാണ് പങ്കുവയ്ക്കുന്നത്. ഓരോ സാക്ഷ്യത്തിനും ഒരു പ്രതിസന്ധി നമുക്ക് കാണാൻ പറ്റും. ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിലാണ് അമ്മയെ വിളിക്കുന്നത്, അമ്മയുടെ അരികിലെത്തുന്നത്, ആ പ്രാർത്ഥനയെ ശാക്തീകരിക്കുന്നത്. എന്നാൽ അമ്മ മാതാവ് ഇടപെട്ട് തുടങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം പ്രതിസന്ധികൾ മാറി പോവുകയും കാര്യങ്ങൾ നേരെ വരികയും ഭാരപ്പെട്ടതെന്ന് കരുതുന്നത് പോലും വളരെ നിസ്സാരമായ അനുഗ്രഹത്തിൻ്റെ വഴികളായി തിരികെയും ചെയ്യുന്നു. അതാണ് കോടതി വ്യവഹാരം രമ്യമായി പരിഹരിക്കപ്പെടുമ്പോൾ, വസ്തു വാങ്ങുവാൻ സാമ്പത്തികം ക്രമീകരിച്ച് ലഭിക്കുമ്പോൾ, മകൻ്റെ പരീക്ഷയ്ക്ക് അത്ഭുതകരമായ
മികച്ച വിജയം മകന് ലഭിക്കുമ്പോൾ ഒക്കെയും പറയുവാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ കുടുംബവും ജീവിതവും മുന്നേറിക്കൊണ്ടിരുന്നപ്പോൾ ഉണ്ടായ പ്രതിസന്ധികളിൽ എൻ്റെ അമ്മ മാതാവ് ഈശോയോട് ചേർന്ന് നിന്ന് എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾക്ക് കൂട്ടാവുകയും സങ്കടങ്ങൾക്ക് സമാധാനമാവുകയും പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുകയും ചെയ്തുവെന്നാണ്. ഈ കുടുംബത്തിന് ലഭിച്ച ദൈവിക സംരക്ഷണത്തിന്, ഉടമ്പടി ബോധ്യങ്ങൾക്ക്, ജീവിത നവീകരണത്തിന് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് മാതാവിന് ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ മാർച്ച് എൻ്റെ യൂട്യൂബിൽ സാക്ഷ്യം, ഞാനിവിടെ പറഞ്ഞ സാക്ഷ്യം യൂട്യൂബിലുണ്ട്. അതേപോലെ തന്നെ അച്ഛൻ അതൊരു ഞായറാഴ്ചത്തെ ഉടമ്പടി ധ്യാനത്തിൽ മൊത്തം വിവരിച്ചതാണ്. മാർച്ച് കഴിഞ്ഞ 2025 മാർച്ച് 16 തീയതി യൂട്യൂബിൽ അടിച്ചു നോക്കി കഴിഞ്ഞാൽ കാണാൻ എൻ്റെ സാക്ഷ്യം. ഞാനത് പറയാൻ കാരണം ആ സാക്ഷ്യം നിങ്ങളെല്ലാവരും കേട്ടിരിക്കേണ്ടതാണ്. അതായിരുന്നു ഞങ്ങളുടെ ജീവിതം. സാക്ഷിയല്ല, അതായിരുന്നു ജീവിതം. പിന്നെ ഇപ്പോഴത്തെ ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, കണ്ണീരോടെ ഈ മാതാവിൻ്റെ അടുത്തേക്ക് വരുന്നവർ സന്തോഷത്തോടെയാണ് പോവാറെന്ന്. അതേപോലെ തന്നെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ. ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് യൂറോപ്പിലെ ജോലിക്കാരായിട്ടാണ്. ഞങ്ങളിവിടെ വരുമ്പോൾ ജീവിക്കാൻ എന്ത് ചെയ്യണം, ജീവിതത്തിന് ഒരു മാർഗ്ഗമില്ലാണ്ടായിരുന്നു ഞങ്ങൾ ഈ കൃപാസനത്തിൻ്റെ പടി കയറിയത്. എൻ്റെ 2 കൈക്ക് ടെന്നീസ് എൽബോ ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് ജോലി ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഞാൻ കുർബാനയ്ക്ക് പോകാറില്ല. അങ്ങനെയുള്ള കാര്യങ്ങളാണ് എൻ്റെ സാക്ഷ്യത്തിലുള്ളത്. ആ സാക്ഷിയാണ് അച്ഛൻ ഇവിടെ ഉടമ്പടി ധ്യാനത്തിൽ, ഒരു ഞായറാഴ്ചത്തെ ഉടമ്പടി ധ്യാനത്തിൽ മൊത്തം വിവരിച്ചത്. പിന്നെ ഞാൻ ചെന്നത് അതിശയകരമായിട്ടാണ് ഗ്രീസിൽ എനിക്ക് ജോലി കിട്ടിയത്. ഗ്രീസിൽ ഞാൻ ജോലി ചെയ്യുമ്പോൾ, ഞാൻ ജോലി ചെയ്യുന്ന പ്രൊവിൻസിൽ മലയാളിയായിട്ട് ആകെ ഒരാൾ ഞാൻ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഗ്രീക്കാണ് അവിടെ, പിന്നെ പഞ്ചാബി, പാകിസ്ഥാനി അങ്ങനെയുള്ള ആൾക്കാരാണ്. ഈ കേരളത്തിൽ ഷെഫായിട്ട് ജോലി ചെയ്യണ ഒരാൾ ഞാൻ മാത്രമാണ് എന്നുള്ളത് പോലെയാണ് അവിടെ എനിക്ക് ജോലി കിട്ടിയത്. കാരണം ബാക്കി ഇത്രപ്പെടുത്ത കഴിവും യോഗ്യതയൊക്കെ ഉള്ള ഒരുപാട് ആൾക്കാരുണ്ടായിട്ടും ഞാൻ ഒരാളാണ് ഏറ്റവും കുറഞ്ഞ സർവീസ് ചാർജിൽ എനിക്ക് മാതാവ് അവിടെ ജോലി തന്നത്. അതെല്ലാം കിട്ടിയത് ഈ ഉടമ്പടിയിലൂടെയാണ്. എനിക്കാകെ നിങ്ങളോട് പറയാനുള്ള ഒറ്റൊരു കാര്യം, ഉടമ്പടിയിലുള്ള വളർച്ച നമുക്ക് കണ്ണീരോടെ കാണാൻ പറ്റില്ല. ഇപ്പോൾ ഈ അടുത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ട പോലെ ചൈന മുളയുടെ കാര്യം പറഞ്ഞ പോലെയാണ്. 5 വർഷം നമ്മൾ ഈ വിത്ത് വിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ വളർച്ച പുറത്തേക്ക് വരില്ല. പിന്നെ ഒരു 5 വർഷം നമ്മൾ കറക്റ്റായിട്ട് വെള്ളവും വളവും കൊടുക്കുമ്പോൾ ആ 5 വർഷത്തിന് ശേഷം ഒറ്റൊരു വർഷം 40 മീറ്റർ ഹൈറ്റിലേക്ക് ഈ മുള വലുതാവും എന്ന് പറഞ്ഞ പോലെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ അനുഭവത്തിലുണ്ടായ ഉടമ്പടി അനുഭവങ്ങൾ. എൻ്റെ ഭാര്യ 9 ഉടമ്പടി പുതുക്കി, ഞാൻ 5 ഉടമ്പടി പുതുക്കി. ഇതിനൊക്കെ ഞങ്ങൾ എല്ലാവരും മുന്നിലൂടെ കാണുമ്പോൾ പലർക്കും ഞങ്ങൾക്ക് പറയാനായിട്ടൊന്നും പറ്റണ്ടായില്ല. എന്ത് ചെയ്യും, ഞങ്ങൾ ബിസിനസ് നടത്തി, അത് പൊളിഞ്ഞു, പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല, ഞാൻ ചെയ്യാത്ത ജോലികളില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് പിന്നെ ഉടമ്പടിയിലുള്ള വളർച്ച പെട്ടെന്നായിരുന്നു. ഞാൻ പോയി എൻ്റെ 2 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ വൈഫിന് പോകാനുള്ളതൊക്കെ റെഡിയായി, അവൾ പോയി. ഇപ്പോൾ ഞങ്ങൾ 2 പേരും ശനിയാഴ്ച കൊച്ചി എയർപോർട്ടിൽ വന്നിറങ്ങി. അവിടുന്ന് നേരെ ഇന്നലെ ഞായറാഴ്ചയായി കാരണം വരാൻ പറ്റിയില്ല. ഇന്നിപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് 26 പേരെ ഞങ്ങളുടെ കൂടെ കൊണ്ടുവന്നിട്ട് ഉടമ്പടി ഇടിപ്പിച്ചിട്ടും അതിനകത്ത് സാക്ഷ്യം പറയാനുള്ളവരുണ്ട്, അവർ ഉടമ്പടി പുതുക്കാനുള്ളവരുണ്ടായിരുന്നു. ഇവരെയൊക്കെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം പോലെ ചെയ്യുന്നതാണ്. അതേപോലെ നിങ്ങൾ ഒരിക്കലും ഈ ഉടമ്പടി ധ്യാനം ഇത് ഡെയിലി ബ്രെഡും മുടക്കരുത്. എൻ്റെ ജീവിതത്തിൽ എനിക്കവിടെ ഓർത്തഡോക്സ് പള്ളിയാണ് ഏറ്റവും കൂടുതലുള്ളത്. നമ്മുടെ മലയാളം കുർബാനകളില്ല. ഞാൻ ആകെ, അതേപോലെ എൻ്റെ വൈഫിനും ഞങ്ങൾക്ക് ലാംഗ്വേജ് അറിയില്ല, അവിടുത്തെ ഭാഷകൾ അറിയില്ല. കാരണം ഞങ്ങൾ പോയത് ഞങ്ങളുടെ കഴിവുകൊണ്ടല്ല, മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടും ഇതുകൊണ്ടും മാത്രമാണ് പോയത്. അപ്പോൾ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഞങ്ങൾ ഒരിക്കലും മുടക്കാറില്ല. അതേപോലെ ഉടമ്പടി ധ്യാനം, അച്ഛൻ്റെ ഒരു ഉടമ്പടി ധ്യാനം, ഒരു ടോക്കുകളോ ഞങ്ങൾ മുടങ്ങാണ്ട് കേൾക്കും. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വിജയം. അതേപോലെ തന്നെ നിങ്ങൾ ഉടമ്പടി ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഷോർട്ട് കട്ടായിട്ട് തോന്നുന്നത്, നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള മറ്റുള്ള ചാനലുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അൺലൈക്ക് ചെയ്തിട്ട് കൃപാസനത്തിൻ്റെ സ്റ്റാറ്റസാണ് ഞങ്ങൾ 2 പേരും ഇടാറ് എല്ലാ ദിവസത്തെ ഡെയിലി ബ്രെഡിലും. അതേപോലെ ഉടമ്പടി ധ്യാനങ്ങളാണ് ഞങ്ങൾ പങ്കുവയ്ക്കാറുള്ളത്. അതേപോലെ ഞങ്ങളുടെ എൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഇന്ന് വരെ ഷെയർ ചെയ്തിരിക്കുന്നതൊക്കെ ഇതിലുള്ള സാക്ഷ്യങ്ങളും ഉടമ്പടി ധ്യാനങ്ങളുമാണ്. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ മൂലധനം. അവിടെ നിന്നാണ് ഞങ്ങളുടെ ഈ വിജയങ്ങൾക്കൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാനും ഈ സാക്ഷ്യം പറയാനും ഞങ്ങൾ അനുവദിച്ചത്.
അതേപോലെ നിങ്ങൾ ഉറച്ചു വിശ്വസിച്ചോ. നിങ്ങളിവിടെ ഒരു കാര്യം മാതാവിൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് മറന്നാലും മാതാവ് അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് തന്നിരിക്കും, അത് ഉറപ്പാണ്. അതിൻ്റെ വളർച്ച നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത പോലെ ആയിരിക്കും. അച്ഛനിപ്പോൾ അടുത്ത ഡെയിലി ബ്രെഡിൽ പറയണ്ടായിരുന്നു, ബൈബിൾ വചനത്തിൽ പറയണ പോലെ അമർത്തിക്കൂലിക്ക് നമ്മുടെ മടിയിലേക്ക് ഇട്ട് തരും. അത് 100% സത്യമാണെന്ന് ഞങ്ങളുടെ ജീവിതം കൊണ്ട് ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇവിടെ വരുന്നത് ആവശ്യമില്ല, ആവേശമാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് നിങ്ങളുടെ അടുത്ത് ഓരോരുത്തരുടെ അടുത്തും പറയാറുള്ളത്. നമ്മളിപ്പോൾ ഒരു AC വണ്ടിയിലിരുന്നിട്ട് ജനലുകളൊക്കെ തുറന്നിട്ട് AC ഓണാക്കിയിട്ട് അതിൻ്റെ തണവ് പോവും എന്ന് പറഞ്ഞ പോലെയാണ് നിങ്ങൾ ഈ ഉടമ്പടി പ്രാർത്ഥന കേട്ടും ധ്യാനം കൂടിയും ഇത്രയും ത്യാഗം എടുത്ത് ഉടമ്പടിയൊക്കെ എടുത്തിട്ട് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ റീൽസുകളും മറ്റും കണ്ട് നമ്മൾ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടണ വിശുദ്ധിയും നമുക്ക് കിട്ടണ കൃപയും ചോർന്നു പോവും. നമുക്കതിൻ്റെ സോഴ്സ് നമുക്ക് കിട്ടില്ല. നമുക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കണമെങ്കിൽ നമുക്ക് ഈ വക കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കഴിഞ്ഞ് നിങ്ങൾ ശ്രമിച്ചാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്നും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും പറയണ് നിങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങളും ആഗ്രഹങ്ങളും സാധിച്ചു കിട്ടും. അത് ഉറപ്പാണ്. ഞങ്ങളുടെ അനുഭവത്തിലാണ് ഞങ്ങൾ പറയുന്നത്. ആരൊക്കെ എന്തിനൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ നിങ്ങൾ മറന്നുപോയാലും മാതാവിനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യരോടല്ല, നമ്മൾ ദൈവത്തോടാണ് പ്രതിജ്ഞ ചെയ്യണത്, ഉടമ്പടി ചെയ്യണത്. അപ്പോൾ അത് നമുക്ക് കിട്ടും. പിന്നെ ഞങ്ങളുടെ സാക്ഷ്യങ്ങളും പ്രവേശിത പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു, ഇനി അധികം നീട്ടി കൊണ്ടുപോകണില്ല. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങൾ ഓർക്കണം. ഞങ്ങൾക്ക് കിട്ടിയ ജോലിയും മറ്റുള്ള കാര്യങ്ങളെക്കാട്ടിയും ഞങ്ങളുടെ ആത്മീയ ജീവിതവും കുടുംബജീവിതവും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. കാരണം ജോലി, ആരോഗ്യം ഇതൊന്നും സ്ഥിരമായിട്ട് നിൽക്കില്ല. ഞങ്ങൾക്ക് നമ്മൾ ഒരു വാക്കും കൂടി ഞാൻ നിങ്ങളോട് പറയാൻ ഓർമ്മിക്കുകയാണ്. നമ്മൾ ബൈബിള് ഉൽപ്പത്തി തൊട്ട് വെളിപാട് വരെയുള്ള പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഓരോ സമയങ്ങളിലും ഓരോ കാലഘട്ടങ്ങളിൽ ദൈവം ഓരോരുത്തരെ ഉയർത്തിയിട്ടുണ്ട്. അത് ഇസ്രായേൽ ജനത്തിനെ രക്ഷിക്കാനും പിന്നെ അത് കഴിഞ്ഞ് ഈശോയുടെ ജനനത്തിന് മുമ്പ് സ്ഥാപയോനാനായിട്ടും പിന്നെ അതേപോലെ തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൃപാസനം എന്നത് ഒരു സ്ഥാപയോനാൻ്റെ ഒരു ചരിത്രം പോലെയാണ്. അച്ഛൻ്റെ പണ്ടത്തെ കാലങ്ങളിലുള്ള ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, എങ്ങനെയാണ് ഈ കൃപാസനത്തിൽ ഇത്ര അത്ഭുതങ്ങൾ ഇങ്ങനെയൊക്കെ നടക്കണത്, എങ്ങനെ പറ്റണ്? ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന അത്ഭുതം തന്നെ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. പിന്നെയാണ് നമ്മൾ അച്ഛൻ്റെ ചെറുപ്പകാലങ്ങളിലുള്ള ബാല്യകാലവും ജോസഫ് അച്ഛൻ്റെ ജീവിത ചരിത്രമൊക്കെ നമ്മളിങ്ങനെ ഇപ്പോൾ ഡെയിലി ടോക്കിലൊക്കെ അച്ഛൻ പറയുമ്പോഴാണ് നമ്മളതറിയണത്. ഇത് മാതാവ് ഇന്നലെയും പ്ലാൻ ചെയ്തിരിക്കുന്നതല്ല, ഈശോ ഇന്നലെയും പ്ലാൻ ചെയ്തിരിക്കുന്നതല്ല. അച്ഛൻ ജനിക്കണേക്കാട്ടി മുമ്പ് അച്ഛൻ്റെ അപ്പച്ചൻ്റെ ലൂർദ് മാതാവിൻ്റെ ഒരു രൂപത്തിൻ്റെ കാര്യമൊക്കെ അച്ഛൻ ഡെയിലി ടോക്കിൽ പറയാറുണ്ട്. അപ്പോൾ ഇതൊക്കെ കാലങ്ങൾക്ക് മുമ്പേ മാതാവും ഈശോയും തീരുമാനിച്ച കാര്യങ്ങളാണ് ഈ കൃപാസനം. അതുകൊണ്ടാണ് ഇവിടെ നമുക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത സാക്ഷ്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിലും നമ്മളും കാണേണ്ടി വരുന്നത്. ആർക്കും പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ സാക്ഷി ഞങ്ങൾക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റില്ല, പിന്നെ മറ്റുള്ളവർക്ക് എങ്ങനെ പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഇത് നിത്യതയിലേക്കാണ് അച്ഛൻ പറയണത്. ഞങ്ങൾ ഉറപ്പിച്ചിരിക്കണത് ഞങ്ങൾക്ക് ഇനി എന്ത് നഷ്ടം വന്നാലും എന്തൊക്കെ വന്നാലും ഞങ്ങളുടെ ജീവിതത്തിൽ ഉടമ്പടി കഴിഞ്ഞിട്ട് ഉള്ളൂ ബാക്കി എന്തും. തിരുക്കുമാരനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ പേര് സിമി ജെയ്സൺ. ഞാൻ ഇരിങ്ങാലക്കുട രൂപത കൊടകര ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2022 സെപ്റ്റംബർ മാസത്തിലാണ് ആദ്യമായി ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാനുണ്ടായിരുന്ന കാരണം എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ ഒരു ആരോഗ്യസ്ഥിതിയെ വെച്ചിട്ടായിരുന്നു. അന്ന് ഉടമ്പടി എടുക്കുമ്പോൾ എഴുതിയിരുന്ന 5 നിയോഗങ്ങൾ സാധിച്ചു കിട്ടി. ഒരു നിയോഗം മാത്രമാണ് സാധിക്കാണ്ടിരുന്നത്. ബാക്കി 5 കാര്യങ്ങളും ഞാനിവിടെ സാക്ഷ്യം പറഞ്ഞതായിരുന്നു. ഞാനൊരു നേഴ്സാണ്. അപ്പം എഴുതി വെച്ച ഒരു നിയോഗം എന്ന് പറഞ്ഞത്, എനിക്ക് ഒരു 8-9 കൊല്ലമായിട്ട് എനിക്ക് ഗ്യാപ്പ് ഉണ്ടായിരുന്നു, ഞാൻ ജോലി ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഒന്നെങ്കിൽ നാട്ടിലോ അല്ലെങ്കിൽ വിദേശത്തോ ഒരു ജോലി വേണം. അത് എവിടെ വേണം എന്ന് എനിക്കറിയില്ല. അത് മാതാവിനോട് ഞാൻ, നടക്കാത്ത കാര്യങ്ങളാണല്ലോ എഴുതാൻ അച്ഛൻ പറയാറ്, അതുകൊണ്ട് ഞാൻ അത് നടക്കില്ല എന്ന് വിചാരിച്ചിട്ട് എഴുതി വെച്ച് വന്നിട്ട് മാതാവിനോട് പറഞ്ഞു, എനിക്കറിയില്ല അത് എവിടെയാണ് എനിക്ക് വേണ്ടതെന്നൊന്നും എനിക്കറിയില്ല, ജോലി വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെന്ന് എഴുതി. അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ചാൻസ് വന്നു. ഇറ്റലിയിലേക്ക് നേഴ്സുമാർക്ക് വേക്കൻസി ഉണ്ട്, താല്പര്യം ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടുന്ന് അവർ ഒരു ക്യാഷ്വൽ ടോക്കായിട്ട് വിളിച്ചു. അവർ പറഞ്ഞു ഓക്കെ നീ സെലക്റ്റാണ് എന്ന് പറഞ്ഞ് അവരൊരു 28 പേരോളം സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു ഗ്രൂപ്പാക്കി ഒരു 3 മാസത്തോളം അവർ ഞങ്ങൾക്ക് ഒരു ഇറ്റാലിയൻ ക്ലാസ് തന്നു, ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി തന്നു. അതിൻ്റെ ഇടയിൽ ഞങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ ഡോക്യുമെൻ്റ് എല്ലാം നിങ്ങൾ തന്നെ പ്രോസസ്സ് ചെയ്യണം.
അങ്ങനെ ഞാൻ പ്രോസസ്സിങ്ങിന് കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ മാസം 2022 ഡിസംബറിലേക്ക് പ്രോസസ്സിങ് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് എല്ലാം ഇറ്റലിയിലേക്ക് അയച്ചു തന്നാലാണ് ഞങ്ങൾക്ക് നിങ്ങളെ സെലക്ട് ചെയ്ത് ഇവിടെ ജോലിക്ക് എത്തിക്കാൻ പറ്റുള്ളൂ, ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിലാണെന്ന് പറഞ്ഞിരുന്നു. അതേപോലെ ഞാൻ ഇവിടെ ഒരു അങ്കമാലി ഏജൻസിയിൽ എൻ്റെ പേപ്പറുകൾ കൊടുത്തു. പക്ഷേ ഡിസംബറിലായപ്പോഴേക്കും എനിക്ക് ആ പേപ്പറൊന്നും കിട്ടിയില്ല, പ്രോസസ്സിങ് നടന്നില്ല. ജനുവരി കഴിഞ്ഞു എൻ്റെ കയ്യിൽ ആ പേപ്പർ കിട്ടുമ്പോൾ. അങ്ങനെ ഞാനത് ഇറ്റലിയിലേക്ക് അവർക്ക് അയച്ചു കൊടുത്തു. എൻ്റെ പേപ്പർ അയച്ചതിന് ശേഷമാണ് എൻ്റെ ബാച്ചിൽ 28 പേരിലും പേപ്പറുകൾ അവിടേക്ക് അയച്ചു കൊടുത്തത്. പക്ഷേ എൻ്റെ ഒരു നിർഭാഗ്യവശാൽ ഞാൻ അയച്ചു കൊടുത്ത പേപ്പർ അവർ മാറ്റിവെച്ച് ബാക്കി ഒരു 5 പേര് അവർ സെലക്ട് ചെയ്തു. എന്നിൽ ശേഷം പോയ പേപ്പറുകളിൽ 5 പേര് പോയി, ഞാൻ പോയില്ല. പിന്നെ ഒരു 2-3 മാസത്തോളം അവിടുന്ന് വേറെ റിപ്ലൈകളൊന്നും വന്നില്ല. എൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം ഇറ്റലിയിലാണ്. ഞാൻ അവരെ നിരന്തരം വിളിച്ചു, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്തു, മെയിൽ ചെയ്തു, ഒന്നിനൊരു റിപ്ലൈ ഉണ്ടായിരുന്നില്ല. ഒരു 3 മാസത്തിന് ശേഷം അവിടുന്ന് അവരൊരു മെയിൽ അയച്ചു, ഇവിടുത്തെ വേക്കൻസി എല്ലാം കംപ്ലീറ്റ് ആയി, നിങ്ങളുടെ പേപ്പർ വരാൻ വൈകിയ കാരണമാണ്, അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് ഞങ്ങൾ വേണമെങ്കിൽ ഒരു ചാൻസ് തരാം. വേറെ 2-3 സ്ഥലത്തേക്ക് അവരൊരു ഏജൻസി പോലെ തന്നു, അവർ നിങ്ങളെ ഇൻ്റർവ്യൂവിന് വിളിക്കുമെന്നൊക്കെ പറഞ്ഞു. ഈ 3 മാസം അവർ ഞങ്ങൾക്ക് ഇറ്റാലിയൻ ക്ലാസ് തന്ന ഒരു ബേസിലാണ് അവർ പറഞ്ഞ് ഇൻ്റർവ്യൂവിന് നിങ്ങളെ വിളിക്കുന്നത്. എനിക്ക് വലിയ കാര്യമായിട്ട് ഇറ്റാലിയനൊന്നും അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ വിളിച്ചൊരു 3-4 മാഡംസ് വിളിച്ചു. അവർ ഇൻ്റർവ്യൂ നടത്തി. എനിക്ക് വലിയ കാര്യമായിട്ട് അറിയാത്ത കാരണം അവർ പറഞ്ഞു തന്നിട്ടാന്ന് എനിക്കും അറിയില്ല, ഞാൻ പറഞ്ഞു തന്നിട്ടാന്ന് അവർക്കും അറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഫെയിലായിപ്പോയി. അപ്പം ഇറ്റലിയിലേക്ക് പോകണ കാര്യം അങ്ങനെ വേണ്ടാന്ന് വെച്ചു. കാരണം ഞാൻ അവർക്ക് മെയിൽ ചെയ്തു, എൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം തിരിച്ചു തരാൻ പറഞ്ഞു. പക്ഷേ അവിടുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രോസസ്സിങ് കഴിഞ്ഞ് പേപ്പർ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് അവിടെ തന്നെ ഉള്ളവസ്ഥ ഇങ്ങോട്ട് വരുന്നതാണ്. അപ്പം എൻ്റെ വിചാരം പെട്ടെന്ന് വേറെ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പുറത്തേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണേ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതങ്ങോട്ട് ചെന്നു അപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമല്ലോ, അപ്പം എനിക്ക് പോകാമെന്ന് വെച്ചിട്ട് ഞാൻ ഒരു പെട്ടി നിറയെ സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചു. പോകാനുള്ളതെല്ലാം പാക്ക് ചെയ്തൊക്കെ എടുത്ത് വെച്ചു. ഒരു 2 ആഴ്ചത്തേക്കുള്ളിൽ ചിലപ്പോൾ പോകാൻ പറ്റും എന്ന് ചോദിച്ചു. അതെൻ്റെ മണ്ടത്തരം. അങ്ങനെയൊക്കെ മേടിച്ച് വെച്ചു. പിന്നെയാണ് അറിയണത് അവർക്ക് വേക്കൻസി കംപ്ലീറ്റ് കഴിഞ്ഞ് പോകാൻ പറ്റില്ല എന്ന്. അപ്പം ഞാൻ പെട്ടെന്നൊരു ഡിപ്രഷനിലായിപ്പോയി, എന്താ ചെയ്യണ്ടേ. കാരണം വീട്ടിലത്തെ സാമ്പത്തിക സ്ഥിതിയൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അത് അങ്ങ് പറഞ്ഞ് എല്ലാവർക്കും അറിയുമല്ലോ, നമ്മൾ പോകാൻ ഉദ്ദേശിച്ചു, അതിൻ്റേതായ എല്ലാ പ്രോസസ്സിങ് നടത്തി പോകാൻ പറ്റാണ്ടാവുമ്പോഴത്തെ ഒരു അവസ്ഥ എന്താണെന്ന്. അതേപോലെ ഞാനും ഭയങ്കര ഡിപ്രഷനിലായിപ്പോയി, ഭയങ്കര മൂഡ് ഓഫ്. ആ സമയത്താണ് എൻ്റെ ഹസ്ബൻഡ് ജോലി ചെയ്യണോടത്ത് ഒരു ചെറിയൊരു ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നീ പോയി അവിടെ ഒന്ന് ചോദിച്ചു നോക്ക്, വേക്കൻസി ഉണ്ടോ എന്ന് ചോദിക്കും. നമുക്ക് സാലറി ഒന്നും കിട്ടിയില്ലെങ്കിൽ വലിയ കുഴപ്പമില്ല, കാരണം ഇത്രയും ഗ്യാപ്പ് ഉണ്ടല്ലോ, പെട്ടെന്ന് നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ ജോലി കിട്ടാൻ എളുപ്പമല്ല. അപ്പോൾ അവരോട് ചോദിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു ഓക്കെ നീ പോരെ. ഞാൻ എത്രയും ഇതായിട്ട് പറയുന്നത് ഇത് എൻ്റെ മുന്നത്തെ സാക്ഷ്യത്തിൽ പറഞ്ഞ കാരണമാണ്, ഇതിൻ്റെ ഒപ്പം ഇത് കൂട്ടിച്ചേർക്കേണ്ടത് ഉള്ള കാരണമാണ് ഇങ്ങനെ പറഞ്ഞത്. അങ്ങനെ എനിക്ക് അവിടെ ജോലി കിട്ടി, കുഴപ്പമില്ലാത്തൊരു സാലറി അവർ തന്നു. അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ മാതാവിനോട് പറഞ്ഞത് എന്തുവാ, എനിക്ക് ഒന്നെങ്കിൽ ഇവിടെ ജോലി വേണം അല്ലെങ്കിൽ വിദേശത്ത് വേണമെന്നല്ല. അപ്പം മാതാവ് എനിക്ക് തന്നത് ഇവിടെയാണ്. അപ്പോൾ ഓക്കെ, എല്ലാ കാര്യം സെറ്റായി. ഇവിടെ ജോലിക്ക് ഞാൻ പോയി തുടങ്ങി. അതിൻ്റെ ഇടയിൽ ഞാൻ അങ്ങനെ സാക്ഷ്യങ്ങൾ കേൾക്കും, അല്ലെങ്കിൽ വിദേശത്ത് പോയി ആരെങ്കിലുമൊക്കെ സ്റ്റാറ്റസ് ഇടുന്ന കാണുമ്പോൾ ഞാൻ അങ്ങനെ മാധവനോട് കാഷ്വലായിട്ട് പറയും, എന്നാലും എന്നെ ചതിച്ചില്ലേ ഇത്. ഇനി അവർ എന്നെ ഒന്ന് തിരിച്ച് വിളിച്ചുവായിരുന്നെങ്കിൽ, ഇപ്പം നമ്മൾ സാക്ഷ്യങ്ങളിലൊക്കെ കേൾക്കണില്ലേ, വേണ്ടാന്ന് പറഞ്ഞൊരു സ്ഥലത്തുനിന്ന് അവർ എന്നെ അല്ലെങ്കിൽ വിളിച്ചു അല്ലെങ്കിൽ പിന്നെ തന്നു എന്നൊക്കെ പറയുമ്പോൾ ഞാനും വിചാരിച്ചു അങ്ങനെ എന്നെ ഒന്ന് വിളിച്ചായിരുന്നെങ്കിൽ മാതാവ് എന്നെ അംഗീകരിച്ചു, മാതാവിൻ്റെ മകളായിട്ട് എന്നെ ഏറ്റെടുത്തിട്ടുണ്ടെന്നൊന്ന് വിചാരിക്കാറുണ്ടല്ലോ എന്ന് ഞാനും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. മാതാവിനോട് ഒരു കാഷ്വലായിട്ട് ഞാനത് പറയാറുണ്ടായിരുന്നു. പിന്നെ മാതാവ് അപ്പിയൊന്നും വിളിച്ചില്ല കേട്ടോ. അത് കഴിഞ്ഞ് ഒരു 2 കൊല്ലങ്ങൾക്ക് ശേഷം 2025 ഓഗസ്റ്റ് മാസം ഒരു രാത്രി എനിക്ക് ഇറ്റലിയിൽ നിന്ന് ഒരു കോള് വന്നു. ആ കോള് വന്നിട്ട് അവർ എന്നോട് ആദ്യമായിട്ട് ചോദിച്ച കാര്യം, നീ എന്ത് ചെയ്യുന്നു, നീ ജോലിക്ക് പോകണ്ടോ എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ നാട്ടിലൊരു ചെറിയ ഹോസ്പിറ്റലിൽ ഞാൻ ജോലി പോകുന്നുണ്ട്, നിനക്ക് ഞങ്ങളുടെ കൂടെ ചേർന്ന് പ്രവർത്തിക്കാൻ താല്പര്യമുണ്ടോ, ഇങ്ങോട്ട് വരാൻ താല്പര്യമുണ്ടോ എന്ന് വെച്ചപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ഷോക്കായി. കാരണം ഇല്ല എന്ന് പറഞ്ഞ് 2 കൊല്ലങ്ങൾക്ക് മുന്നേ മടക്കി വെച്ചൊരു കാര്യമല്ലേ, പിന്നെ അങ്ങനെ വിളിച്ച് ഒരു കാര്യം ചോദിക്കുമോ. ഞാൻ എൻ്റെ ഫോൺ ലൗഡിൽ ഇട്ടേണ കാരണം ഹസ്ബൻഡ് അടുത്തുണ്ടായി. ഞാൻ ആളെ നോക്കിയപ്പോൾ ആൾ തലയാട്ടി ഓക്കെ പറയാൻ പറഞ്ഞു. ഞാൻ ഓക്കെ പറഞ്ഞു, വേറെ ഞാൻ പ്രത്യേകിച്ചൊന്നും ചിന്തിച്ചൊന്നുമില്ല, ഓക്കെ പറഞ്ഞു.
അപ്പം ഞാൻ അയച്ചു കൊടുത്ത എൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം ഞാൻ തിരിച്ചവരുടെ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അവിടെ വെക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് വെച്ചിട്ട് അവരെന്നോട് പറഞ്ഞു, ഓക്കെ നാളെ രാത്രി ഇതേ സമയത്ത് വിളിക്കാം, നീ പ്രാർത്ഥിച്ചേക്ക് എന്ന് പറഞ്ഞു. അവരത്രേ പറഞ്ഞുള്ളൂ, പ്രാർത്ഥിച്ചേക്ക് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അതെന്താ നിനക്ക് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ അവരെന്നോട് പറയാം നീ പ്രാർത്ഥിച്ചേക്ക്. അപ്പം അതിനകത്തൊരു ചെറിയ സാധ്യതയല്ലേ ഉള്ളൂ എന്ന് വെച്ചു. ഞാൻ പ്രാർത്ഥിച്ചില്ല, കാരണം ഞാൻ മാധവനോട് ചോദിച്ച ജോലി എനിക്ക് നാട്ടിൽ തന്നിട്ടുണ്ടല്ലോ എന്ന് വെച്ചു. ഞാൻ അങ്ങനെ വിചാരിച്ചു ഈ കാര്യത്തിൽ. പിന്നെ എൻ്റെ ഉടമ്പടി ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോകണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ പിന്നെ ഒരിക്കലും എഴുതിയിട്ടില്ല എനിക്ക് വിദേശത്ത് പോകണമെന്നോ ഒന്നും ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. ഉടമ്പടിയിലെ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്തു പോയി. അത് കഴിഞ്ഞ് ആ കോൾ കട്ട് ചെയ്തിട്ട് പിന്നെ ഒരു 3 മാസം കഴിഞ്ഞിട്ട് അവരെന്നെ വീണ്ടും വിളിച്ചിട്ട് എന്നോട് പറയുവാണ്, നിൻ്റെ പേപ്പറുകൾ ഇവിടെ ശരിയായിട്ടുണ്ട്, ഇറ്റാലിയൻ നൊളോസ്ത കിട്ടിയിട്ടുണ്ട്, നീ മെയിൽ ചെക്ക് ചെയ്യും, മെയിലിലേക്ക് വന്നിട്ടുണ്ട്, വിസയ്ക്ക് അപ്ലൈ ചെയ്തോളെ. എനിക്കത് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നൊരു കാര്യമായിരുന്നില്ല. കാരണം അന്ന് അവർ വിളിച്ച് നീ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു, പിന്നെ അവർ വിളിക്കാമെന്ന് പറഞ്ഞു, അവരെന്നെ വിളിച്ചിട്ടില്ല. പിന്നെ വന്ന വിളി എൻ്റെ മെയിൽ ചെക്ക് ചെയ്യും, അതിനകത്ത് നിനക്ക് നൊളോസ്ത വന്നിട്ടുണ്ടെന്നാണ്. എനിക്ക് എന്താ പറയണ്ടേ, എങ്ങനെയാണ് ആ കോള് വരുന്നത്? ഞങ്ങൾ കൃപാസനത്തിൽ ഉടമ്പടി പുതുക്കാൻ വരുന്നത് എന്നും വെളുപ്പിനാണ് വരിക. ഒരു 2:30 നേരത്ത് ചാലക്കുടിയിലാണ് വീട്. ചാലക്കുടിയിൽ നിന്ന് ഞങ്ങൾ ബൈക്കുമ്മയാണ് ഞാനും ചേട്ടനും വരാറ്. ഇങ്ങോട്ട് വരാൻ ഇരിക്കുന്ന സമയത്താണ് അവിടെ നിന്ന് വന്ന കോള് കാണുന്നത്. ഞാൻ തിരിച്ച് വിളിച്ചപ്പോഴാണ് അവർ പറഞ്ഞ മെയിൽ ചെക്ക് ചെയ്യുന്നത്. എനിക്കത് എന്താ പറയുക, എങ്ങനെ പറഞ്ഞറിയിക്കേണ്ടത്? നമ്മൾ ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞൊരു കാര്യം എൻ്റെ മാതാവ്, ഞാൻ മറന്നുപോയൊരു കാര്യമാണ്. മാതാവ് അത് ഓർത്തിരിക്കേണ്ടത്. ഈ അച്ഛൻ എപ്പോഴും പറഞ്ഞ പോലെ നിങ്ങൾ ഒരിക്കലേ ഒരു ഉടമ്പടിയിൽ വെക്കാൻ ഒരു നിയോഗം വെക്കാൻ പാടുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അത് നടന്നില്ലെങ്കിൽ നിങ്ങളത് വെക്കരുത്. കാരണം അത് മാതാവ് ഏറ്റെടുത്തിട്ടുണ്ടത്. ഞാനത് ഉറപ്പായിട്ടും വിശ്വസിക്കുന്നത് എൻ്റെ മാതാവ് എനിക്കത് ഏറ്റെടുത്ത് തന്നതാണ്. അങ്ങനെ എൻ്റെ പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞ് വിസയുടെ ഇത് കൊടുത്തു. എനിക്ക് VFSൽ അപ്പോയിൻമെൻറ്റ് കിട്ടി. മെയ് 2025 മെയ് 2 എനിക്ക് ടിക്കറ്റായിരുന്നു. എനിക്ക് അന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വന്നത്. അങ്ങനെ ഞാൻ ഇറ്റലിയിൽ പോയി, അവിടെ ചെന്നു, കുഴപ്പമില്ലാത്ത നല്ലൊരു ജോലി. ഞാൻ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് ലാംഗ്വേജ് ഒന്നും വലിയ കാര്യമായിട്ടൊന്നും അറിയില്ല, എന്തൊക്കെയോ കുറച്ചൊക്കെ അറിയാം. അവർ പറയുന്നത് എന്താണെന്ന് അവർക്കിടെ ബോഡി ലാംഗ്വേജ് കണ്ടാണ് ഞാൻ മനസ്സിലാക്കാറ്. പക്ഷേ ഒരു 4 മാസത്തിന് ശേഷം അവർ ഞങ്ങളെ തനിച്ച് ജോലിക്കിട്ട് തുടങ്ങി, തന്നെ നൈറ്റ് എടുക്കാൻ തുടങ്ങി. എന്തൊക്കെയോ എൻ്റെ ഒരു ഇതല്ല, ഞാനെപ്പോഴും കാലത്ത് എനിക്കുമ്പോൾ ഡ്യൂട്ടിക്ക് പോണേലും മുന്നേ മാതാവിനോട് പറയും, എൻ്റെ ഗ്രേസ് കൊണ്ടല്ല, എൻ്റെ മെറിറ്റ് കൊണ്ടല്ല, മാതാവ് എനിക്ക് തന്നതാണ്. അതുകൊണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കിക്കോളൂ. എനിക്ക് അവർ പറഞ്ഞത് എന്താണെന്നറിയില്ല, അവർ പറയുന്നത് എനിക്ക് മനസ്സിലാവണില്ല. അപ്പം നീ തന്നെ കേൾക്കുക, എന്നിട്ട് നീ തന്നെ അവരോട് പറയുക, എന്നിലൂടെ വേണം അത് പറയാൻ, എനിക്കായിട്ടത് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എന്നും. ഇതേപോലെ ഈശോനി മാതാവിന് ശല്യപ്പെടുത്തുന്ന ഒരാളുണ്ടാവില്ല. കാലത്ത് എനിക്ക് 5:30 ഡെയിലി ബ്രെഡ് എന്നും കൂടും. അത് കഴിഞ്ഞ് ഡ്രസ്സ് മാറി കഴിയുമ്പോൾ ഞാൻ വീണ്ടും മുട്ടൂത്തിയിട്ട് വീണ്ടും എത്തിക്കും, തിരികെത്തിച്ച്. കാരണം എനിക്ക് ടെൻഷനാണ്. അവിടെ ചെന്നിട്ട് എനിക്ക് കുറച്ച് ടെൻഷൻ കൂടുതലുള്ള ആളാണ്. അവിടെ ചെന്ന് എന്താ ചെയ്യണ്ടേ, എങ്ങനെയാണ് ചെയ്യണ്ടേന്നൊന്നും അറിയില്ല, നമ്മുടെ നാടല്ല, ലാംഗ്വേജ് അറിയണില്ല. അപ്പോൾ പ്രാർത്ഥിച്ച് ഞാൻ ഇറങ്ങും. അത് കഴിഞ്ഞ് അവിടെ ഒരു ചെറിയൊരു ചാപ്പലുണ്ട്, വീണ്ടും ഞാൻ അവിടെ കയറും. ഡ്യൂട്ടിക്ക് കയറുന്നതിന് മുന്നേ എന്നിട്ട് വീണ്ടും പറയും, ദിവ്യകാരുണ്യുണ്ട് അവിടെ, എഴുന്നള്ളി ചേച്ചിയുണ്ട്, എൻ്റെ ഈശോയെ എന്നെ നാണം കെടുത്തരുത് കേട്ടാ, എന്തിട്ടാന്ന് വെച്ചതേ പറഞ്ഞേക്ക് ചെയ്തേക്ക്, എനിക്കറിയില്ല ഇന്നേ വരെ. അങ്ങനെയാണ് എൻ്റെ റൂട്ടീൻ പോയിരുന്നത്. അപ്പം ഞാൻ വിചാരിക്കും, ഇതേപോലെ ശല്യപ്പെടുത്തേണ്ട ഒരാൾ ചിലപ്പോൾ ഉണ്ടാവില്ല. ഇത്രയ്ക്ക് മാത്രം ദൈവത്തിന് കൂട്ടുപിടിച്ചിട്ടാണ് ഞാൻ എൻ്റെ ജോലി ചെയ്യണത്. അത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ടാകുമ്പോൾ ഞാൻ വിചാരിക്കും, ദൈവമേ ഞാൻ അവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞില്ല, മാതാവിനെയും ഈശോനെയും മഹത്വപ്പെടുത്താണ്ടല്ലേ ഞാനിങ്ങ് പോകുന്നത്. അപ്പോൾ എനിക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു പോകണം, സാക്ഷ്യം പറയണം. അപ്പോൾ തിരിച്ചു പോരാൻ ലീവ് കിട്ടാൻ എന്താ വഴിയെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത്, അവിടുത്തെ കാർഡുകളൊക്കെ കിട്ടണമെന്ന്. ആർക്കും ഒരു കൊല്ലത്തിനുള്ളിൽ കാർഡ് കിട്ടിയതായിട്ട് അവിടെ ആരും മലയാളീസിനെ അറിയില്ല, നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന പറഞ്ഞേ. അങ്ങനെ ഞങ്ങളുടെ ശ്രുത്തൂരയിൽ ചോദിച്ച് അതിൻ്റെ പേപ്പറുകളൊക്കെ കൊടുത്തു. പക്ഷേ ഇതെപ്പോൾ കിട്ടും, എങ്ങനെ കിട്ടും എന്നറിയില്ല. എനിക്കാണെങ്കിൽ ഇവിടെ വന്ന് സാക്ഷ്യം പറയും വേണം. ഈ പേപ്പറുകളെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു ദിവസം ഞാൻ ഡെയിലി ബ്രെഡ് കൂടുമ്പോൾ അച്ഛൻ പറയാണ്, നിങ്ങൾ എന്തിനു വേണ്ടിയാണോ ആഗ്രഹിക്കണേ, ഏത് ഡോക്യുമെൻറ്റിനു വേണ്ടിയാണോ ആഗ്രഹിക്കണേ, നിങ്ങൾക്ക് അത് നടന്ന് കിട്ടിയെന്ന് നിങ്ങൾ വിചാരിക്കുക, അങ്ങനെ നന്ദി പറയണം. അപ്പം ഞാൻ അന്നത് കേട്ടിട്ട് ഞാൻ ഡ്യൂട്ടിക്ക് പോയി. എനിക്ക് അപ്പം ഒന്നും ചെയ്യാൻ പറ്റില്ല. അന്ന് വൈകിട്ട് ഞാൻ പ്രയർ എത്തിക്കുമ്പോൾ സായാഹ്ന പ്രാർത്ഥന കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഈ ഉടമ്പടി പത്രികയിൽ ഒരു വെള്ള പേപ്പറിൽ എഴുതി വെച്ചു,
മാതാവേ, എനിക്ക് ഈ കൊല്ലം ഡിസംബർ മാസം ആകുമ്പോഴേക്കും എൻ്റെ കാർഡിനെ കുറിച്ച് എന്തെങ്കിലും ഒരു അറിവ് കിട്ടണം. എനിക്ക് നാട്ടിൽ പോകേണ്ടതാണ്. എനിക്ക് കാർഡൊന്നും വേണ്ട, ഇത് എന്ന് കിട്ടും എന്ന ഒരു മെയിൽ, ഒരു മെസ്സേജ് എന്തെങ്കിലും ഒന്ന് എനിക്ക് വരണേന്ന് ഞാൻ ഇതിനകത്ത് എഴുതി വെച്ചു. അന്ന് കിടന്നുറങ്ങി. പിറ്റേ ദിവസം കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ കാലത്ത് എണീക്കുമ്പോൾ എൻ്റെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഞാനത് എടുത്ത് നോക്കി ഇറ്റാലിയനിൽ വന്നേണേ. അപ്പം എനിക്ക് ട്രാൻസ്ലേറ്ററിലിട്ട് വായിച്ചെടുക്കാനൊന്നും നേരമില്ലാത്ത കാരണം ഞാൻ ഡ്യൂട്ടിക്ക് കയറി. കുറച്ച് നേരം കഴിഞ്ഞ് ഞാനത് വായിച്ചു. ആദ്യം ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാവണില്ല, ഇത് തന്നെയാണോ ഇതിൻ്റെ അർത്ഥം എന്നറിയാൻ വേണ്ടി ട്രാൻസ്ലേറ്ററിലിട്ടു. അപ്പം അതിൽ വന്നത് ആ കൊല്ലം 2020, അതായത് ഞാൻ ഒക്ടോബർ മാസത്തിൽ എഴുതി വെച്ചത് നവംബർ 26 8:30 അവിടുത്തെ കമ്മ്യൂണയിൽ എനിക്ക് അപ്പോയിൻമെൻ്റാണ് കിട്ടിയത്. എൻ്റെ പെർമിസോ സൊജോർണോ, അതായത് ഇറ്റാലിയൻ കാർഡ് അപ്ലൈ ആയിട്ടുണ്ട്. അത് വന്ന് മേടിക്കാനുള്ള എൻ്റെ നോട്ടിഫിക്കേഷനാണ് വന്നത്. എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല, കാരണം ഞാൻ എഴുതി വെച്ചിട്ട് 2 ദിവസമേ ആയിട്ടുള്ളൂ. എൻ്റെ മാതാവ് എനിക്ക് വേണ്ടി ഇത്രയ്ക്കും കാര്യങ്ങൾ ചെയ്ത് തരുന്നതിനെ കുറിച്ച് ഓർത്തിട്ട് എനിക്ക് ആ സമയത്ത് ഞാൻ തരിച്ചു പോയി. എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ചേട്ടനെ വിളിച്ചു പറഞ്ഞു, എനിക്കിങ്ങനെ കാർഡ് കിട്ടുമെന്ന് പറയുന്നുണ്ട്, എനിക്കറിയില്ല ഉറപ്പാണോ എന്നൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നവംബർ മാസം 26 ചെന്നപ്പോൾ സത്യമാണ് കാർഡാണ് കിട്ടിയത്. അത് കഴിഞ്ഞ് 4 കാർഡും വേറെ 3 കാർഡും കൂടിയും കിട്ടാണ്ട് ഈ കാർഡ് വെച്ചിട്ട് വേണം ആ കാർഡുകൾ കിട്ടാൻ. അങ്ങനെ 4 മാസം 15 ദിവസം ഗ്യാപ്പിൽ ഈ ബാക്കിത്തെ കാർഡുകളെല്ലാം കിട്ടി. പിന്നെ അടുത്തത് എനിക്ക് ലീവ് ചോദിക്കണമായിരുന്നു. അവിടെ ചെന്നിട്ട് ലീവ് ചോദിക്കാൻ എനിക്ക് പേടി, വന്നിട്ടല്ലേ ഉള്ളൂ, എങ്ങനെയാണെന്നറിയില്ല. എന്നാലും ഞാൻ ചോദിച്ചു, അവിടുത്തെ കോർഡിനേറ്ററിച്ചോട് ചോദിച്ചു ലീവ് തരുമോ എന്ന് ചോദിച്ചു. ഞങ്ങൾ ഒരു 3 പേരുണ്ട് മലയാളീസ്. ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ ചോദിച്ചപ്പോൾ എന്നെ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് പോയേ, മാതാവിൻ്റെ ഉപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു, ആ മാഡത്തിൻ്റെ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, മാഡം തരണേ എന്ന് വിചാരിച്ചു. കാരണം ആർക്കും അത്ര പെട്ടെന്നൊന്നും അവർ ലീവ് കൊടുക്കില്ല. എന്നാലും ചോദിക്കാമെന്ന് വെച്ച് പോയതാണ്. മാതാവിൻ്റെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾക്ക് എന്നാ പോകണ്ടേ? ഏപ്രിലിൽ പോവുകയാണെങ്കിൽ 22 ദിവസം ലീവ് തരുള്ളൂ, മെയിലാണെങ്കിൽ ഞാൻ 27 ദിവസം തരാമെന്ന്. അപ്പം ഞങ്ങൾ നോക്കിയപ്പോൾ ഇവിടെ വരുമ്പോൾ വരണ്ടേ, എന്നാൽ മെയിൽ മതി എന്ന് പറഞ്ഞു. മെയിൽ ഞങ്ങൾക്ക് 3 പേർക്കും ഒരുമിച്ച് അവർ ലീവ് തന്നു. ആ ലീവ് ഞങ്ങൾ പറഞ്ഞതിന് പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തത് മെയ് 30 ടിക്കറ്റ് കിട്ടി. അപ്പം ഞങ്ങളോട് പറഞ്ഞത് ഏപ്രിൽ 30 ടിക്കറ്റ് കിട്ടി, മെയ് 1 തുടങ്ങി മെയ് 31 വരെ ലീവ് തരാം, ഒറ്റൊരു മാസം ലീവ് തരാമെന്ന് പറഞ്ഞേ. പക്ഷെ ഞങ്ങൾക്ക് ഏപ്രിൽ 30 ടിക്കറ്റ് കിട്ടിയണേ. ഇതുകൊണ്ട് ചോദിക്കാൻ ചെല്ലുമ്പോൾ എന്താവും അവർക്ക് പ്രതികരണം എന്നറിയാത്ത കാരണം പേടിച്ച് കാണിച്ചു ടിക്കറ്റ്. ഞങ്ങൾക്ക് ഇങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഓക്കെ നിങ്ങൾ പോയിക്കോ, 30 പോയിക്കോ, പക്ഷെ നിങ്ങൾ ജൂൺ 1 ഇവിടെ ഡ്യൂട്ടിക്ക് ഉണ്ടായിരിക്കണം. അവരത്രേ പറഞ്ഞോളൂ. എൻ്റെ മാതാവ് ചെയ്തു തന്ന ഏറ്റവും വലിയ അനുഗ്രഹമായിരുന്നു ഈ ലീവ്. ഞാൻ വന്നത് ഈ മെയ് 2 ഇവിടെ എത്തിയത്. പിന്നെ ഇന്നലെ ഞായറാഴ്ച ആയ കാരണമാണ് വരാൻ പറ്റാണ്ടിരുന്നത്. വന്ന ഏറ്റവും ഫസ്റ്റ് ഇവിടെ വന്ന് ഈ ആൾക്കാരെ വന്ന് മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കിയതിന് നന്ദി പറഞ്ഞിട്ടേ ബാക്കി എന്ത് കാര്യം ചെയ്യുള്ളൂ എന്ന് അന്നേ വിചാരിച്ചതാണ്. പിന്നെ എൻ്റെ കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ, ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ലാംഗ്വേജും അറിയില്ലെങ്കിലും ഇറ്റാലിയൻ പത്രമാണ് 2 കെട്ട് മേടിച്ചിട്ട് പോയത്. അവിടെ ചെന്ന് 1 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്കറിയാവുന്ന ലാംഗ്വേജിലൊക്കെ അവരെ പറഞ്ഞു മനസ്സിലാക്കിയതാണ്, ഇത് ഞങ്ങളുടെ നാട്ടിൽ നടക്കുന്ന ഒരു വലിയ അത്ഭുതമുള്ള മാതാവിൻ്റെ മിറാക്കിളായ പള്ളിയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരിത് ഈ പത്രങ്ങൾ കൊടുക്കും. എല്ലാവരോടും പറയും ഇത് വായിക്കണം, പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു കൊടുക്കാൻ. പിന്നെ ഇവിടുന്ന് പോകുമ്പോൾ ഏറ്റവും വലിയ എൻ്റെ ഒരു ടെൻഷൻ, കുർബാനയൊക്കെ കാണാൻ പറ്റുമോ, എങ്ങനെയാണ്, അന്യനാടല്ലേ എന്നുള്ളൊരു ഇതായിരുന്നു. അവിടെ ചെല്ലുമ്പോൾ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയാൻ അവിടെയുള്ളത് ചാപ്ലൈൻ ഒരു മലയാളി അച്ഛനായിരുന്നു. പിന്നെ 3 ആഫ്രിക്കൻ സിസ്റ്റേഴ്സാണ്. അവിടെ എല്ലാ ദിവസവും കുർബാനയുണ്ട്. അവിടുത്തെ ഹോസ്പിറ്റൽസിന് വേണ്ടി ആഴ്ചയിൽ 4 ദിവസം, ബാക്കിയത്തെ ദിവസം സിസ്റ്റേഴ്സിനും അച്ഛനും. അപ്പം ഞങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കുർബാനയ്ക്ക് പോകാമായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ അച്ഛനോട് ചോദിക്കും, അച്ഛൻ ഞങ്ങൾക്ക് മലയാളം കുർബാന കാണാനൊരാഗ്രഹമുണ്ട്, അച്ഛൻ ചെല്ലോ എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ പറയും ഓക്കെ നിങ്ങളെ ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് വാ, നമുക്ക് ചെല്ലാമെന്ന് പറയും. അങ്ങനെ ഞങ്ങൾക്ക് ഇടയ്ക്ക് മലയാളം കുർബാന കിട്ടും എല്ലാ ദിവസവും. ആഴ്ചയിൽ ചിലപ്പോൾ 2 ദിവസമൊക്കെ അത് ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാണ്ടിരിക്കുമ്പോൾ മാത്രമാണ് കുർബാന മുടങ്ങാറുള്ളൂ. ബാക്കി എല്ലാ ദിവസവും കുർബാന കിട്ടാറുണ്ട്. പിന്നെ ഞാൻ കൃത്യമായിട്ട് ദശാംശം നാട്ടിലേക്ക് അയച്ച് ആർക്കൊക്കെയാണോ അതിന് അർഹതപ്പെട്ടവർ അന്വേഷിച്ച് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ പലരും ഞങ്ങൾക്ക് പറ്റുന്ന സാഹചര്യത്തിൽ വിളിച്ച് ഞങ്ങൾ വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ അവിടെയാണെങ്കിലും ഉടമ്പടിയിൽ എടുക്കാൻ അവർക്ക് ഒരു പ്രചോദനം കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്.
ഇതെല്ലാം ചെയ്ത എൻ്റെ മാതാവിന് ഈശോയ്ക്ക് 1000 നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വിലാപങ്ങൾ 3:22-23 തിരുവചനങ്ങൾ. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല, ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്, അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. സിമി ജെയ്സൺ എന്ന ഈ സഹോദരിയും ജീവിത പങ്കാളിയും ഉജ്ജ്വലമായ ജീവിതാനുഭവങ്ങളുടെ ഉടമ്പടി സാക്ഷ്യമാണ് നമ്മോട് പങ്കുവച്ചത്. രണ്ടുപേരും എത്ര കണ്ട് കൃപാസന മാതാവിൻ്റെ ആ ചൈതന്യത്തിൽ, പ്രത്യക്ഷീകരണത്തിൻ്റെ ആ വലിയ വെളിപ്പെടുത്തലിൽ, ഈശോയോടുള്ള സ്നേഹത്തിൽ അടിയുറച്ച് നിൽക്കുന്നുവെന്നും അത് ഓരോ നിമിഷവും ആ മക്കളുടെ ജീവിതത്തെ എങ്ങനെ നന്മകളിലേക്കും അനുഗ്രഹങ്ങളിലേക്കും ജീവിത ഉയർച്ചയിലേക്കും നയിക്കുന്നുവെന്നും നമ്മുടെ ഈ സാക്ഷ്യത്തിലൂടെ പങ്കുവയ്ക്കുകയായിരുന്നു. ഈ സാക്ഷ്യത്തിൻ്റെ ഒരു പ്രത്യേകത സിമിയുടെ വാക്കുകളിൽ അത് കമ്മ്യൂണിക്കേഷനാണ്. അത് മാതാവിനോടുള്ള നിരന്തരമായ കമ്മ്യൂണിക്കേഷൻ. ആ കമ്മ്യൂണിക്കേഷൻ ജോലിക്ക് വേണ്ടിയല്ല, മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നേടുവാൻ വേണ്ടിയല്ല, ഇറ്റലി പോകാൻ വേണ്ടിയല്ല, മറിച്ച് അമ്മയോടുള്ള സ്നേഹത്തിൽ ആ തനിക്കുള്ള സമ്പർക്കം ഒരല്പം പോലും കുറയ്ക്കാതെ ഈ മകൾ നിലനിർത്തിയതാണ് ഈ സാക്ഷ്യത്തിൻ്റെ ആദ്യ അവസാനം നമ്മൾ കേട്ടത്. മോൾ പറഞ്ഞു 2 വർഷം മുമ്പ് ആദ്യം ഈ ഇറ്റലിക്ക് വേണ്ടി പ്രോസസ്സ് നടത്തി എല്ലാം ശരിയാകുമെന്ന് കരുതി അവസാന നിമിഷം റിജക്റ്റായി പോയത്. പിന്നീട് ഇറ്റലി പോകണമെന്ന് അങ്ങനെ വലിയ തീഷ്ണമായ ആഗ്രഹമോ ഉടമ്പടി പുതുക്കുമ്പോൾ നിരന്തരമായി എഴുത്തോ അങ്ങനെയൊന്നും ഉണ്ടായില്ല. ആദ്യമൊരു തവണ അമ്മയുടെ കരങ്ങളിൽ നിയോഗം എഴുതി ഏൽപ്പിച്ചിരുന്നു. പിന്നീട് അത് നടന്നില്ല. നാട്ടിലൊരു ജോലി കിട്ടി, അത് തൃപ്തിയോടുകൂടി സ്വീകരിച്ചു, അതങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോവുകയും ചെയ്തെന്നാണ്. ജോസഫച്ചൻ ഉടമ്പടി ധ്യാനത്തിൽ നമ്മോട് പറയും, നിങ്ങൾ ജീവിതത്തിൻ്റെ വളരെ വിശുദ്ധിയുള്ള ഗൗരവമുള്ള ഒരു നിയോഗത്തെയാണ് അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നതെങ്കിൽ അത് തന്നെ തന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ട് നിരന്തരം എഴുതിക്കൊണ്ട് അതിൻ്റെ പിന്നാലെ നടക്കേണ്ടതില്ല. അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചാൽ അമ്മ ആ സമയത്തിൻ്റെ ശരിയായ നിമിഷങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി അതിനുള്ള ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നാണ്. അതുതന്നെയാണ് ഈ സാക്ഷ്യത്തിൽ നമ്മൾ കണ്ടത്. 2 വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം ആ ഉറങ്ങുന്ന ആ നേരത്ത് ഒരു ഫോൺ കോൾ വരുന്നു. ഒന്നും അപേക്ഷിച്ചിട്ടില്ല, ആരോടും ഒന്നും ചോദിച്ചിട്ടില്ല. അത് ഇങ്ങോട്ട് വിളിച്ച് ഞങ്ങൾക്കൊപ്പം നിനക്ക് ശുശ്രൂഷ ചെയ്യുവാൻ, സേവനം ചെയ്യുവാൻ താല്പര്യമാണോ എന്നൊരു ചോദ്യമാണ്. അതിൻ്റെ താല്പര്യം ജീവിത പങ്കാളി അംഗീകരിച്ചതുകൊണ്ട് അറിയിക്കുന്നു. പിറ്റേന്ന് നിന്നെ അറിയിക്കാം, ഇതേ സമയം വിളിക്കാമെന്നാണ് പറയുന്നത്. ഇറ്റലിയിൽ നിന്നാണ് വിളിച്ചത്. പിറ്റേന്ന് രാത്രി ഇതുപോലെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ടായെന്ന്. പിന്നീട് സിമി പറഞ്ഞത് 3 മാസത്തേക്ക് ഒരനക്കവും ഉണ്ടായില്ല. സിമിക്ക് അതിനെക്കുറിച്ച് നിരാശയും ഉണ്ടായില്ല. കാരണം ആ ഒരു കാര്യം നടക്കാൻ വേണ്ടിയല്ല, ഉടമ്പടിയിൽ അമ്മ മാതാവിനോടും ഈശോയോടുമുള്ള ബന്ധം ആഴപ്പെടാൻ വേണ്ടിയാണ് നിരന്തരം ശ്രദ്ധിച്ചു കൊണ്ടിരുന്നത്. 3 മാസം കഴിയുമ്പോൾ വന്ന അടുത്ത ഫോൺ കോള്, അത് കൃപാസനത്തിലേക്ക് ഉടമ്പടി പുതുക്കുവാൻ വേണ്ടി വരാൻ ഒരു വെളുപ്പിനെ എഴുന്നേറ്റ് 2:30 മണിക്ക് അവർ ഉണരുമ്പോൾ കിട്ടുന്ന ഫോൺ കോള്, നിനക്ക് ഇവിടത്തേക്കുള്ള വിസയുടെ കാര്യങ്ങൾ റെഡിയായിട്ടുണ്ട്, നീ വിസ അപ്ലൈ ചെയ്ത് കൊള്ളുക, നിനക്ക് പോരാനുള്ള സമയമായെന്നാണ്. ഇതാ മാതാവ് സമയച്ചുരുക്കത്തിൽ, സമയത്തിൻ്റെ ആ കൃത്യമായ പൂർത്തീകരണത്തിൽ ജീവിതത്തിൻ്റെ ഏതൊരു വലിയ വിഷയത്തെയും, തള്ളിക്കളഞ്ഞ വിഷയത്തെയും, ആവർത്തിച്ചോർക്കാത്ത വിഷയത്തെയും അമ്മ ഏറ്റെടുത്ത് തിരുക്കുമാരന് കൊടുത്തുകൊണ്ട് നിൻ്റെ ജീവിതത്തെ ഉയർത്തുവാനും പ്രത്യക്ഷീകരണത്തിൽ സ്ഥിരപ്പെടുത്തുവാനും വേണ്ടി അനുഗ്രഹിക്കും എന്ന് നമ്മൾ പറയുന്നത്. എത്ര സുന്ദരമായിട്ടാണ് മകൾ ആ പ്രോസസ്സ് മുഴുവനും തന്നെ അമ്മ മാതാവ് കരം പിടിച്ച് കൃപയിൽ വളർത്തുകയും അനുഭവങ്ങൾ കൊണ്ട് സമ്പന്നമാക്കുകയും വിദേശത്ത് ചെന്നിട്ട് അവിടെയുള്ള ഓരോരോ സാഹചര്യങ്ങളും ഓരോരോ പെർമിഷൻസും അതുപോലെ തന്നെ ലൈസൻസുകളും മകൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി കാര്യങ്ങൾ ക്രമീകരിച്ചു കൊടുത്തതെന്നാണ്. പ്രിയമുള്ളവരെ, ഉടമ്പടി നമുക്കെന്നും ഉറപ്പാണ്. ദൈവത്തിൻ്റെ കരങ്ങളിൽ കറയില്ലാത്ത ഹൃദയത്തോടു കൂടിയാണ് ജീവിതം ഏൽപ്പിക്കുന്നതെങ്കിൽ ദൈവം നിശ്ചയമായും കരുത്തുള്ള തീരുമാനത്തോടു കൂടി ജീവിത വിഷയത്തെ അനുഗ്രഹിച്ചിരിക്കും. അതിൻ്റെ ഒരു തുടർച്ചയാണ് സഹോദരൻ നമ്മളോട് പങ്കുവെച്ചത്. എന്തെങ്കിലും പ്രത്യേക കാര്യമല്ല പറഞ്ഞത്.
ആകെ ഒറ്റ കാര്യമേ പറയാനുള്ളൂ, ഞാൻ ചെന്ന നാട്ടിൽ മറ്റൊരു മലയാളിയില്ല. അവിടെയുള്ളവരൊക്കെ മറ്റു ഭാഷക്കാരാണ്. എനിക്ക് നിരന്തരം സംസാരിക്കുവാനും ഇടപഴകുവാനും എനിക്ക് ഒരു ഭാഷയിൽ സംസാരിക്കുവാനും അവിടെ ആരുമില്ല. എങ്കിലും കൃപാസന മാതാവ് ഏറ്റവും ശാന്തമായ സുരക്ഷിതത്വത്തിൽ എൻ്റെ ജീവിതത്തെ നയിച്ചുകൊണ്ടിരുന്നു. ബാക്കി മുഴുവനും സഹോദരൻ പങ്കുവെച്ചത് ഉടമ്പടി എങ്ങനെ നമ്മളെ വ്യത്യസ്തരാക്കുന്നു, ക്വാളിറ്റി ഉള്ളവരാക്കുന്നു, ദൈവത്തിന് പ്രിയപ്പെട്ടവരാക്കുന്നു, ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ തീഷ്ണതയുള്ളവരാക്കുന്നു എന്നതിനെക്കുറിച്ചാണ്. അതുകൊണ്ട് ഓർക്കണമേ, ഉടമ്പടി ജീവിതം 1-2 കാര്യങ്ങൾ നേടുവാനല്ല, ദൈവത്തെ നിരന്തരം ജീവിതത്തോട് ചേർത്ത് പിടിച്ച് നിലനിർത്തുവാനാണ് നാം എടുക്കുന്നത്. അതുകൊണ്ട് ദൈവം ജീവിതത്തിൽ കൈമോശം വരാതെ, ഈശോയും അമ്മ മാതാവിൻ്റെയും സാന്നിധ്യവും സംരക്ഷണവും ഒരു നിമിഷം പോലും കൈമോശം വരാതെ ജീവിതത്തെ ദൈവഹിതപ്രകാരം മുന്നോട്ട് നയിക്കുവാൻ നമ്മളെ സഹായിക്കണമേ എന്നതായിരിക്കണം ഉടമ്പടിയിലുള്ള പ്രാർത്ഥന. അതാണ് നമ്മളെ നിത്യതയിലേക്ക് നിരന്തരം നയിക്കുവാൻ ഉപകരിക്കുന്ന മൂലധനവും. അതുകൊണ്ട് ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവിക സംരക്ഷണങ്ങൾക്കും ഉടമ്പടി ബോധ്യങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിലെ അൾത്താരയിൽ വന്നു നിന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ച അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ബിജി സൈമൺ. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ വെള്ളിക്കുളങ്ങര അടുത്തുള്ള ഒരു മലയോര ഗ്രാമത്തിലെ ചൊക്കന എന്ന 23 വീട്ടുകാർ മാത്രം ഉള്ള ഒരു ഇടവകയിൽ നിന്നും, അതായത് പരിശുദ്ധ അമ്മയുടെ ഇടവകയിൽ നിന്നുമാണ് ഞാൻ വരുന്നത്. ഞാൻ ആദ്യമായി കൃപാസനത്തെ പറ്റി കേൾക്കുന്നത് 2023 ഇവിടെ വന്ന് അമ്മയുടെ ഈ പുണ്യഭൂമിയിൽ വരണമെന്ന് ഒത്തിരിയേറെ ആഗ്രഹിച്ചു. കുറേ ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ അടുത്തുള്ളൊരു സഹോദരി വഴി ഇവിടെ വരാൻ എനിക്ക് സാധിച്ചു. വന്നപ്പോൾ ഞാൻ ഉടമ്പടിയെ പറ്റിയൊന്നും എനിക്ക് അറിയില്ലായിരുന്നു, എന്നാൽ ഞാൻ സാക്ഷ്യങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്നപ്പോൾ അന്ന് ഉടമ്പടി എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് ആവശ്യങ്ങൾ ഒരു പേപ്പറിൽ എഴുതി പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ കൊണ്ടുവന്ന് സമർപ്പിച്ചിട്ടാണ് ഞാൻ പോയത്. അതിലേറ്റവും അത്യാവശ്യമായിട്ട് എനിക്ക് നടക്കാനുണ്ടായിരുന്നത്, ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ വീട് കടബാധ്യത മൂലം ജപ്തിയുടെ വക്കിലെത്തി നിൽക്കുകയായിരുന്നു. അവർ പല പ്രാവശ്യം അത് വിറ്റ് പോവാൻ നോക്കിയിട്ടും നടക്കാതിരുന്നത് കൊണ്ട് പരിശുദ്ധ അമ്മയോട് ഞാൻ ആദ്യമായി ചോദിച്ചത് ആ ഭവനം ഒന്ന് വിറ്റ് തരണേ എന്നാണ്. അങ്ങനെ ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ വാങ്ങിച്ച നേർച്ച വസ്തുക്കളായ വെഞ്ചിരിച്ച ഉപ്പ്, അമ്മയുടെ ലോക്കറ്റ് എല്ലാം കൊണ്ട് നേരെ എൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഒന്നും ഭയപ്പെടേണ്ട, ഞാൻ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ ഈ വീടിൻ്റെ കച്ചവടത്തെ പറ്റി പറഞ്ഞിട്ട് വന്നേക്കണം. ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി വീടിൻ്റെ 4 അതിരുകളിലും ഉപ്പ് വിതറിക്കൊണ്ട് പരിശുദ്ധ അമ്മയോട് എത്രയും പെട്ടെന്ന് ഈ ഭവനം ഒന്ന് വിറ്റ് തരണേന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ തിരിച്ച് എൻ്റെ വിവാഹം കഴിച്ച് വീട്ടിലേക്ക് പോയി. ഒരു മാസം തികയുന്നതിന് മുൻപ്, അതായത് സമയ ചുരുക്കത്തിൻ്റെ അമ്മ അവിടെ അത്ഭുതകരമായി ഉടമ്പടി എടുക്കുന്നതിന് മുൻപേ തന്നെ എന്നെ സഹായിച്ചു. ഒരു മാസം തികയുന്നതിന് മുൻപ് വീട്ടിൽ നിന്ന് ഫോൺ വന്നു, സ്ഥലം കച്ചവടമായി. അങ്ങനെ ലോണിൻ്റെ കടബാധ്യതകളെല്ലാം തീർത്ത് അവർക്ക് ഒരു കൊച്ചു ഭവനം വേറെ സ്ഥലത്ത് മേടിക്കുവാനും സാധിച്ചു. അതിന് അമ്മയ്ക്ക് ഞാൻ 1000 നന്ദി പറയുന്നു. അതിനുശേഷം ഞാൻ 2023 മാർച്ച് മാസം 23-ാം തീയതി ആദ്യമായി വന്ന് വീണ്ടും ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കാൻ ആദ്യമായിട്ട് ഞാൻ വന്നപ്പോൾ ഞാൻ 6 നിയോഗങ്ങൾ എഴുതി. അതിൽ ഞാൻ ഏറ്റവും അധികം ആഗ്രഹിച്ചത്, എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 27 വർഷമായിരുന്നു. 27 വർഷമായിട്ടും ഒരു കമ്പനിയുടെ ക്വാർട്ടേഴ്സിലാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത്. ഒരു ഭവനമില്ലാതെ എൻ്റെ മക്കൾ വിഷമിക്കുന്നത് ഞങ്ങൾ കണ്ടിരുന്നു. അപ്പം അവർ വലുതായപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്കൊരു വീടില്ലല്ലോ അമ്മയെന്നും പറയുമായിരുന്നു. അങ്ങനെ ഞാൻ പരിശുദ്ധ അമ്മയുടെ ഈ സന്നിധിയിൽ വെച്ച് ഒരു 5 സെൻറ്റ് സ്ഥലവും ഒരു കുഞ്ഞു ഭവനവും നൽകി അനുഗ്രഹിക്കണമേ അമ്മയെന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടിയിൽ എഴുതി. അത്ഭുതമെന്ന് പറയട്ടെ, ഞാൻ പ്രാർത്ഥിച്ച ഈ കാര്യങ്ങൾ ഞങ്ങൾ അന്നൊന്നും ആഗ്രഹിച്ചിരുന്നില്ല വീട് മേടിക്കണം എന്നുള്ളത്. മക്കൾ പറഞ്ഞതിന് ശേഷമാണ് ഭവനം വാങ്ങണമെന്നുള്ള ആഗ്രഹം തന്നെ മനസ്സിലുടലെടുത്തത്. അങ്ങനെ ഞങ്ങൾ മകൾക്കായി കരുതി വെച്ച സ്വർണങ്ങളും ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന പ്രോവിഡന്റ് ഫണ്ടും എല്ലാം കൂട്ടി വെച്ച് ഒരു വീട് മേടിക്കാനായി പല സ്ഥലത്ത് അന്വേഷിച്ച് നടന്നിട്ടും എങ്ങും നിന്നും ലഭിക്കാതെ ആയപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ അത്ഭുതം പ്രവർത്തിച്ച് എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ അമ്മയുടെ ഈ മഹത്വം പ്രഘോഷിക്കാനുള്ളൊരു ശക്തി നൽകണേന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട്
പരിശുദ്ധ അമ്മ 3 ഇരട്ടി സ്ഥലവും 1125 സ്ക്വയർ ഫീറ്റിലുള്ള ഒരു ഭവനവും നൽകി എന്നെ അനുഗ്രഹിച്ചു. ഈ ഭവനം വാങ്ങാൻ പോകുന്നതിന് മുൻപ് തന്നെ, ഇത് കച്ചവടം പറഞ്ഞ ആളുടെ ഭവനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് അമ്മയുടെ നേർച്ച വസ്തുവായി വെഞ്ചിരിച്ച ഉപ്പ് ഞാൻ കയ്യിൽ പിടിച്ചിരുന്നു. ഞാൻ ആ ഭവനത്തിലേക്ക് കയറുന്നതിന് മുൻപ് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഗേറ്റിൻ്റെ മുൻപിൽ ഇട്ട് പ്രാർത്ഥിച്ചിട്ടാണ് അവിടേക്ക് കയറിയത്. യാതൊരു തർക്കങ്ങളും ഇല്ലാതെ അദ്ദേഹം ഞങ്ങൾക്ക് ടോക്കൺ തരികയും ഞങ്ങൾ ആ ഭവനം രജിസ്ട്രേഷൻ നടത്തുകയും ചെയ്തു. പിന്നീട് ഈ ഭവനത്തിൻ്റെ രജിസ്ട്രേഷൻ നടന്നെങ്കിലും കുറച്ചും കൂടി തുക ഞങ്ങൾ അവർക്ക് തിരിച്ചു കൊടുക്കാനുണ്ടായിരുന്നു. ഒരു 3/4 പൈസ കൊടുത്തിട്ട് അവർ രജിസ്ട്രേഷൻ നടത്തി തരികയും ചെയ്തു. ബാക്കിയുള്ളത് നിങ്ങൾ ഈ വസ്തു തന്നെ വെച്ച് ലോൺ എടുത്തിട്ട് തന്നാൽ മതിയെന്ന് അദ്ദേഹത്തെ കൊണ്ട് പരിശുദ്ധ അമ്മ തന്നെയാണ് പറയിപ്പിച്ചത്. അത് അത്ഭുതമാണെന്ന് ഞങ്ങളുടെ നാട്ടിലുള്ള സകല ജനങ്ങളും ഇപ്പോൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ലോണിന് വേണ്ടിയിട്ട് ഞാനും എൻ്റെ ഭർത്താവും കൂടി ഒത്തിരിയേറെ ബാങ്കുകളിൽ കയറിയിറങ്ങി, എങ്ങൊന്നും ലഭിക്കുന്നില്ല. കാരണം ഞങ്ങളുടെ കമ്പനിയുടെ ജോലിയിലുള്ള ആസ്തി അനുസരിച്ച് ഞങ്ങൾക്ക് 5 ലക്ഷത്തിൽ കൂടുതൽ കിട്ടില്ല എന്ന് അവർ പറഞ്ഞു. അങ്ങനെ ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, അമ്മേ എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് ആ ലോണൊന്ന് പാസ്സാക്കി തരുന്ന ഒക്ടോബർ മാസത്തിലെ ഈ ജപമാല റാലിക്ക് മുന്നേ അമ്മ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒക്ടോബർ 22-ാം തീയതി മുൻപ് ഞങ്ങൾ ബാങ്കിൽ ചെന്നു, വേറൊരു ബാങ്കിൽ ചെന്നു. ആ ബാങ്കിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ മാനേജർ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഡോക്യുമെൻറ്റ്സ് കണ്ടിട്ട് പറഞ്ഞു, ഞാൻ ലോൺ തരാം, പക്ഷേ ഞാൻ ചിലപ്പോൾ നിങ്ങൾക്ക് ലോൺ പാസ്സാക്കുന്നതിന് മുൻപ് എനിക്ക് സ്ഥലമാറ്റം ഉണ്ടാകും. ഇനി വരുന്ന ആളെ എങ്ങനെയാണ് നിങ്ങൾക്ക് ലോൺ തരുമോ ഇല്ലെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അന്ന് മുതൽ ഞാൻ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി നിരന്തരമായി ഞാൻ പ്രാർത്ഥിച്ചു, അമ്മ ഇനി വരുന്ന മാനേജർ ഒരു ലേഡി ആയിരിക്കണേ, ആ പരിശുദ്ധ അമ്മയെ പോലെ സുന്ദരിയായ ഒരു ലേഡി ആയിരിക്കണേ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അത്ഭുതമെന്ന് പറയട്ടെ, ഞങ്ങൾ ബാങ്കിലേക്ക് ഒരു ദിവസം ഞാനും എൻ്റെ ഭർത്താവും കൂടി കടന്നു ചെന്നപ്പോൾ ഈ അമ്മയെപ്പോലെ വെളുവെളുന്ന് വെളുത്തൊരു മാനേജർ അവിടെ ഇരിക്കുന്നു. അത് കണ്ടപ്പോൾ തന്നെ ഞാൻ എൻ്റെ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ഇത് മാതാവ് നമുക്ക് അത്ഭുതം കാണിച്ചു തന്നതാണ്. കാരണം ഒരു പുരുഷനായിരിക്കും വരുമെന്നാണ് അവിടെ ഉള്ളവരൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷേ പരിശുദ്ധ അമ്മയെപ്പോലെ മൊത്തം ശരീരം വെളുത്തിട്ട് ഒരു പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടി ഇരിക്കുന്ന ഒരു മാനേജറെ ഞങ്ങൾ കണ്ടത്. ഞങ്ങൾ കയറി ചെന്ന് ആ ബാങ്കിലേക്ക് കയറുന്നതിന് മുൻപ് ഞാൻ കയ്യിൽ കരുതിയിരുന്ന കൃപാസനത്തിലെ ഉപ്പ്, വെഞ്ചിരിച്ച ഉപ്പ് ഞാൻ പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ബാങ്കിൻ്റെ ഷട്ടറിൻ്റെ 2 വശത്തും ഇട്ട് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞാൻ ഡോക്യുമെൻറ്റ്സും കൊണ്ട് കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാനും ചേട്ടനും അവിടെ ഞങ്ങളോട് ഇരിക്കാൻ പറഞ്ഞു. ഞങ്ങൾ ഇരുന്ന് ഡോക്യുമെൻറ്റ്സ് കണ്ടപ്പോൾ ആ മാഡം പറഞ്ഞു, നിങ്ങൾക്ക് ലോൺ തരുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല, എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ലോൺ പാസ്സാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അത്ഭുതമായി മാതാവ് ഞങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചു. അതുമൂലം എൻ്റെ ചേട്ടന് ഒത്തിരിയേറെ വിശ്വാസം വന്നു. ഇപ്പോൾ എവിടെ പോകുമ്പോൾ അദ്ദേഹം ബൈബിൾ എടുത്ത് വായിക്കാതെ പുറത്തേക്ക് ഇറങ്ങില്ല. അത്രയ്ക്കും വിശ്വാസത്തിലേക്ക് ആ മനുഷ്യനെ പരിശുദ്ധ അമ്മ കൊണ്ടുവന്നെത്തിച്ചു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ആ ലോൺ പാസ്സായി. ഞങ്ങളിപ്പോൾ ഇന്ന് ആ ഭവനം സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇനി മക്കൾ വിദേശത്ത് ജോലിക്ക് പോയിട്ടുണ്ട്, അവർ വന്നിട്ട് വേണം ഞങ്ങൾക്ക് അതിലേക്ക്. കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞങ്ങളുടെ അടുത്തൊരു പാവപ്പെട്ട കുടുംബമുണ്ട്. അവരെ ഞാൻ പലപ്പോഴും ഏകദിന പ്രാർത്ഥനകൾക്ക് പോകുമ്പോൾ അവർക്ക് ഞാൻ പലപ്പോഴും സഹായങ്ങൾ എൻ്റെ കയ്യിലുള്ള പൈസയിൽ നിന്ന് എടുത്ത് കൊടുക്കാറുണ്ട്. പിന്നെ 2-3 ചേച്ചിമാർക്ക് ഞാൻ എനിക്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്ന സാരികൾ കൊടുത്തു. പിന്നെ അതേപോലെ തന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് മെയിനായിട്ട് ചെയ്യുന്ന നമ്മുടെ കൃപാസന പത്രം ഞാൻ കൂടുതലും അക്രൈസ്തവർക്കാണ് കൊടുക്കുന്നത്. അവരിത് വായിച്ച് അമ്മയെ പറ്റിയും ഈശോയെ പറ്റി ഈശോപ്പാന്ന് അവർ കേൾക്കുമ്പോൾ നമ്മൾ ക്രിസ്ത്യാനികൾ ഒന്നുമല്ലാത്തൊരവസ്ഥയിലേക്ക് ആയിപ്പോകുന്നത് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒത്തിരിയേറെ മക്കൾ എൻ്റെ കൂട്ടുകാരികളായാലും എന്നോട് ഇങ്ങനെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുമ്പോൾ ഞാൻ അവർക്ക് മൊബൈലിലൂടെ ബൈബിൾ വചനങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരോട് അത് എഴുതാൻ പറഞ്ഞ് അവരത് എഴുതുകയും, അങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ മകൾക്ക് വിദേശത്ത് വളരെ നാളായി ബുദ്ധിമുട്ടി ജോലി കിട്ടാതിരുന്നൊരു മകൾക്ക് അക്രൈസ്തവിയായൊരു സഹോദരിക്ക് ഈ വചനം എഴുതിയതിലൂടെ അവളുടെ മകൾക്ക് ജോലി ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള വ്യക്തികളെ ഈശോയിലേക്ക് അടുപ്പിക്കാൻ എന്നാലാവുന്നത് ഞാൻ ചെയ്യുന്നുണ്ട്.
പിന്നെ എനിക്ക് ഈ ഉടമ്പടി എടുത്ത് പരിശുദ്ധ അമ്മയുടെ ഈ കൃപാസനത്തിൽ വന്നതിന് ശേഷം ഒത്തിരിയേറെ മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിലും വന്നു. വചനം വായിക്കാൻ ഇപ്പോൾ എനിക്കൊരു ഹരം പോലെയാണ്. എനിക്ക് എത്ര വായിച്ചാലും മതിയാവില്ല. ഞാൻ ഒത്തിരിയേറെ നോട്ട് ബുക്കുകൾ എഴുതി വചനങ്ങൾ 1000 പ്രാവശ്യവും 100 പ്രാവശ്യവും 500 പ്രാവശ്യവും എഴുതും. പിന്നെ എൻ്റെ വീട്ടിലുള്ള എല്ലാ രൂപങ്ങളുടെ മുന്നിൽ ഞാൻ പേപ്പർ വെട്ടി നുറുക്കി ചെറിയ കഷ്ണങ്ങളാക്കി അതിൽ വചനങ്ങൾ എഴുതി മാല കോർത്ത് ഞാൻ എൻ്റെ വീട്ടിലിട്ടിട്ടുണ്ട്. പള്ളിയിലെ പരിശുദ്ധ അമ്മയുടെ രൂപത്തിലും വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ രൂപത്തിലും എല്ലാം ഞാൻ ചാർത്താറുണ്ട്. പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നവരോട് വചനങ്ങൾ എഴുതാൻ പറഞ്ഞ് ഞാൻ അവരെ ഒത്തിരിയേറെ പ്രോത്സാഹിക്കാറുണ്ട്. പിന്നെ ജോസപ്പച്ചൻ്റെ ഡെയിലി ബ്രെഡും അതുപോലെ തന്നെ ചൊവ്വാഴ്ചകളിലെ ആരാധനകളും ഞാൻ മുടങ്ങാതെ കാണും. ഇവിടുത്തെ എല്ലാ സാക്ഷ്യങ്ങളും ഞാൻ യൂട്യൂബിൽ കാണാറുണ്ട്. മറ്റുള്ള എൻ്റെ വേദനയുള്ള സങ്കടമുള്ള ഒത്തിരിയേറെ സഹോദരങ്ങൾക്ക് ഞാൻ എൻ്റെ മൊബൈലിലൂടെ ഞാൻ അവർക്ക് ഇവിടുത്തെ സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ വേറെയും തന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ മക്കളൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാനത് സാക്ഷ്യപ്പെടുത്തുന്നില്ല. അവർ വരുമ്പോൾ ഞാൻ വീണ്ടും വന്ന് സാക്ഷ്യം പറയാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് പരിശുദ്ധ അമ്മ എനിക്കും എൻ്റെ കുടുംബത്തിന് നൽകിയ നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് ഒത്തിരിയേറെ നന്ദി പറയേണ്ടത് എൻ്റെ സാക്ഷ്യം ഞാൻ നിർത്തുന്നു. സങ്കീർത്തനങ്ങൾ 86:5 കർത്താവെ, അവിടുന്ന് നല്ലവനും ക്ഷമാശീലനുമാണ്. അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് അവിടുന്ന് സമൃദ്ധമായി കൃപ കാണിക്കുന്നു. ബിജി സൈമൺ എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ ദൈവാനുഭവങ്ങളെ അമ്മയുടെ സന്നിധിയിൽ സന്തോഷത്തോടു കൂടി സമർപ്പിക്കുകയാണ്. സഹോദരിയുടെ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത 1, ഭാരം ലഘൂകരിച്ചു കൊടുക്കുന്നു. 2, അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ദൂതരുടെ സംരക്ഷണം നൽകി തടസ്സങ്ങൾ അകറ്റി ജീവിതത്തിൽ ലഭിക്കേണ്ടവ വേഗത്തിൽ ലഭിക്കുന്നതിനുള്ള വഴികൾ അമ്മ മാതാവ് ഒരുക്കി കൊടുക്കുന്നു. സമയച്ചുരുക്കത്തിലും അമ്മയുടെ വലിയ സഹായത്തിലും ഉടമ്പടി നേർച്ചവസ്തുക്കളുടെ വിശ്വാസ പ്രയോഗത്തിൽ വരാമായിരുന്ന തടസ്സങ്ങളെ നീക്കിക്കൊടുത്തുകൊണ്ട് ആ ജീവിത വിഷയത്തെ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോയി പൂർത്തീകരിക്കുവാൻ സഹായിക്കുന്നു. ഒരു ഭവനവുമായി ബന്ധപ്പെട്ട് സഹോദരിക്കുണ്ടായിരുന്ന ക്ലേശങ്ങൾ, ലോണിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ, അത് ലോൺ ലഭിക്കുന്നതിന് ബാങ്കിൽ മാനേജർ മാറിയിട്ടും ഒരു സ്ത്രീയായ മാനേജർ വരണം, അമ്മയെപ്പോലെ സൗന്ദര്യമുള്ള ഒരാൾ വരണം എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ബാങ്കിലെല്ലാവരും ഒരു പുരുഷ മാനേജരെ പ്രതീക്ഷിക്കുമ്പോഴും അമ്മയെപ്പോലെ ഒരാൾ അവിടെ എത്തുകയും ആ വ്യക്തി യാതൊരു തടസ്സവും പുതിയൊരാളാണെങ്കിൽ കൂടിയും സ്വന്തം എന്നതുപോലെ കണ്ട് ലോൺ അനുവദിക്കുവാൻ തടസ്സങ്ങളുണ്ടായിട്ടും ലോൺ അനുവദിച്ച് നൽകിക്കൊണ്ട് ആ ഭവനം പൂർത്തീകരിച്ചെടുക്കുവാനുള്ള വഴി തുറന്നതിൻ്റെ സാക്ഷ്യമാണ് പ്രധാനമായിട്ടും പങ്കുവച്ചത്. പ്രിയമുള്ളവരെ, ഉടമ്പടി എപ്പോഴും നമ്മളെ കുറേ കൂടി ദൈവം കയ്യൊപ്പ് ചാർത്തുന്ന മനുഷ്യരാക്കി മാറ്റുന്നു. ദൈവം നമ്മുടെ ഭാരങ്ങൾ ലഘൂകരിച്ച് കുറേ കൂടി ഹൃദയസമാധാനത്തിലും സന്തോഷത്തിലും ജീവിക്കുവാൻ നമുക്ക് അവസരം നൽകുന്നു. കുറേ കൂടി ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ ദൈവം കൂടെയുണ്ടെന്ന് അനുഭവിക്കുവാൻ പറ്റും വിധം അടയാളങ്ങളിലൂടെ നമ്മുടെ കൂടെയുള്ള കുടുംബത്തിലെ മറ്റുള്ളവർക്ക് കൂടി ബോധ്യപ്പെടുന്ന വിധം കൂടെ നിന്ന് പ്രവർത്തിക്കുന്നു. അത് കൃപാസനം ഉടമ്പടിയുടെ പ്രത്യേകതയാണ്. നമ്മൾ ഉടമ്പടിയിലാണോ, ഉടമ്പടിയുടെ നേർച്ചവസ്തുക്കളുടെ വിശ്വാസ പ്രയോഗം നമ്മളെയും കൂടെയുള്ളവരെയും വിശുദ്ധീകരിക്കുന്നു, അനുതാപത്തിലേക്ക് നയിക്കുന്നു, ദൈവവിശ്വാസം വളർത്തുന്നു, കുറേ കൂടി സന്തോഷത്തോടെ ദൈവസ്നേഹത്തിൽ ജീവിക്കുവാൻ നമ്മളെ ഉയർത്തുകയും ചെയ്യുന്നു. ബാഹ്യമായ മറ്റെല്ലാ കാര്യങ്ങളും ഇതിലൂടെ തന്നെ പുനഃക്രമീകരിക്കപ്പെടുന്നതും അമ്മ ഇടപെടുന്നതും പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് വേണ്ടി നാം വിചാരിക്കുന്നതിലും വേഗത്തിലും നിസ്സാരമായും അനുവദിച്ചു തരുന്നതും അനുഭവിക്കുവാനാവും. അതുകൊണ്ടാണ് ഈ മരിയൻ ഉടമ്പടി ഈ കാലഘട്ടത്തിൽ അടഞ്ഞുകിടക്കുന്ന വാതിലുകൾ തുറക്കുന്നതിന്, മുടക്കപ്പെട്ട പദ്ധതികൾ പുനരാരംഭിക്കുന്നതിന്, തകർന്നുപോയ ഇടങ്ങൾക്ക് പുതിയ ജീവൻ കൊടുക്കുന്നതിന്, വിള്ളൽ വീണ ബന്ധങ്ങൾ വിളക്കിച്ചേർക്കുന്നതിന് ഏറ്റവും ഉചിതമായ വഴിയെന്ന് നാം കണ്ടെത്തുകയും പറയുകയും ചെയ്യുന്നത്. ഈ ദൈവിക പദ്ധതിയോട് ഹൃദയപൂർവ്വം നമ്മുടെ ജീവിതങ്ങളെ വിട്ടുകൊടുക്കാം. അമ്മ കൂടെ നിന്ന് തിരുക്കുമാരനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ സഹായിക്കും. സഹോദരി അതാണ് അൾത്താരയിൽ സൂചിപ്പിച്ചത്. അക്രൈസ്തവ മക്കൾക്ക് ഒരു കൃപാസനം പത്രം കൊടുക്കുമ്പോൾ അവർ ഈശോപ്പ എന്ന് വിളിക്കുമ്പോൾ അമ്മ മാതാവ് അവരുടെ കൂടെ നിന്ന് അവരുടെ ജീവിതങ്ങളെ സഹായിക്കുന്നുവെന്ന്. എളിമയോടുകൂടി ഈശോപ്പ എന്ന് വിളിച്ചു തുടങ്ങാം. അമ്മ മാതാവ്
കൂടെ നിന്ന് പ്രവർത്തിക്കുന്നത് അനുഭവിച്ചു തുടങ്ങാം. ഈ കുടുംബത്തിന് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞ് കൃപാസന അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഇന്നിവിടെ നിൽക്കാൻ സാധിച്ചതിൽ ഈശോയ്ക്കും മാതാവിനും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് കോമൾ. ഞാൻ കൊല്ലത്തു നിന്നാണ് വരുന്നത്. ഞാൻ 12 വർഷത്തോളമായി എൻ്റെ പഠിത്തം നിർത്തിയിട്ട്. പഠിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ എൻ്റെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് അതിന് സാധിച്ചില്ല. ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവേ എനിക്ക് പഠിക്കണം, അതിന് അനുയോജ്യമായ ഒരു കോഴ്സ് എനിക്ക് നൽകണമെന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ 2022 നവംബറിൽ ഞാൻ നഴ്സിംഗ് പഠിക്കാനായിട്ട് തുടങ്ങി. എനിക്ക് അറിയില്ലായിരുന്നു നഴ്സിംഗ് എങ്ങനെയാണ്, എന്താ നമ്മളവിടെ ചെയ്യുന്നത് എന്നൊന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ലാതിരുന്നപ്പോഴാണ് ഞാൻ നഴ്സിംഗ് പഠിക്കാൻ പോകുന്നത്. 12 വർഷത്തെ ഗ്യാപ്പ് എന്ന് പറയുന്നത് എനിക്കറിയത്തില്ല എന്താ പഠിക്കുന്നത്, നമ്മൾ അവിടെ എന്താ എഴുതേണ്ടത്, പേപ്പറിൽ എങ്ങനെ എഴുതേണ്ടത്. അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞായിരുന്നു, നീ കൃപാസനത്തിൽ മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കണം, വിശ്വസിച്ച് നീ പഠിക്കുക, എല്ലാം നിന്നെക്കൊണ്ട് സാധിക്കുമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പഠിക്കുമ്പോൾ എക്സാം അടുത്ത് വന്നു. ഫസ്റ്റ് ഇയർ എക്സാം വന്നപ്പം എൻ്റെ മനസ്സിൽ പറയുന്നു, കൃപാസനത്തിൽ പേന വെച്ച് പരീക്ഷ എഴുതുകയെന്നുണ്ടെങ്കിൽ ഞാൻ പാസ്സാവും. അതാണ് എൻ്റെ വിശ്വാസം. എനിക്ക് കഴിവില്ല, എനിക്കറിയില്ല, ഞാൻ പഠിച്ചിട്ടുണ്ടായിരിക്കാം, പക്ഷേ എനിക്കറിയത്തില്ല എങ്ങനെ അത് സാധിക്കും എന്നുള്ളത്. ഞാൻ ഇവിടെ വന്ന് എൻ്റെ ഒരു സുഹൃത്തിനെ കൊണ്ട് പേന മേടിപ്പിച്ചു. ആ പേന വെച്ചാണ് ഞാൻ ഫസ്റ്റ് ഇയർ എക്സാം എഴുതുന്നത്. ഫസ്റ്റ് ഇയർ എക്സാം എഴുതുമ്പോൾ ഈ 12 വർഷത്തെ ഗ്യാപ്പ് എനിക്കറിയില്ല. ഞാൻ പേപ്പർ മറിച്ച് നോക്കുമ്പോഴെല്ലാം ഒരു ടെൻഷനുണ്ട്, ഞാൻ ഈ എഴുതിയിരിക്കുന്ന കറക്റ്റ് ആണോ ഈശോയെ, എനിക്കറിയത്തില്ല. എല്ലാം ഈശോയുടെ കയ്യിൽ കൊടുത്ത് പ്രാർത്ഥിച്ച് ഞാൻ ആ പരീക്ഷ എഴുതി. ഫസ്റ്റ് ഇയർ എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോഴത്തേനും ഞാൻ ഫസ്റ്റ് ക്ലാസ്സോടെ തന്നെയാണ് ഫസ്റ്റ് ഇയർ പാസ്സായിരിക്കുന്നത്. സെക്കൻഡ് ഇയർ റിസൾട്ട് വന്നു. സെക്കൻഡ് ഇയറിൽ ഞാൻ പാസ്സാണ്. അതും എനിക്ക് മാതാവിൻ്റെ അനുഗ്രഹമാണ്. സെക്കൻഡ് ഇയറിലെ റിസൾട്ട് വരുന്നതിന് മുമ്പായിട്ട് ഞാൻ പോയി ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തപ്പോഴത്തേനും ഇവിടുത്തെ സിസ്റ്ററിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, സിസ്റ്റർ എനിക്കൊന്ന് സാക്ഷ്യം പറയണം, ഞാൻ നഴ്സിംഗ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്, ഞാനിങ്ങനെ എക്സാം എല്ലാം പാസ്സായി, മാതാവിൻ്റെ അനുഗ്രഹമാണ്. എൻ്റെ എല്ലാ പരീക്ഷയും ഞാൻ മാതാവിൻ്റെ പേന വെച്ചും മാതാവിൻ്റെ പത്രത്തിനകത്താണ് എൻ്റെ ഹോൾ ടിക്കറ്റ് ഇരിക്കുന്നത്. ആ എക്സാമിന് പോകുമ്പോൾ പോലും ഞാൻ മാതാവിൻ്റെ മുമ്പിൽ തിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കും. മാതാവാണ് എൻ്റെ രക്ഷ, മാതാവാണ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. അപ്പം സിസ്റ്റർ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, നീ തേർഡ് ഇയറിലെ റിസൾട്ട് വരുമ്പോൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന്. അപ്പം തേർഡ് ഇയർ ഞാൻ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറും പഠിച്ചതിൻ്റെ കുറച്ചുപോലും ഞാൻ പഠിച്ചിട്ടില്ലെന്ന് വേണമെങ്കിൽ പറയാം. കാരണം എനിക്ക് ടെൻഷനായിരുന്നു, ഞാൻ സെക്കൻഡ് ഇയർ പാസ്സാവുമോ എന്ന് ചോദിച്ച് എൻ്റെ ആ തേർഡ് ഇയറിൻ്റെ ക്ലാസ് എല്ലാം പോയി. അങ്ങനെ ഞാൻ തേർഡ് ഇയറിൻ്റെ എക്സാം എഴുതി, റിസൾട്ട് വന്നു. ആ റിസൾട്ട് വന്നപ്പോൾ എൻ്റെ കഴിവല്ല അവിടെ വരുന്നത്, മാതാവിൻ്റെ അനുഗ്രഹം. എൻ്റെ ഹോൾ ടിക്കറ്റ്, എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം ഞാൻ മാതാവിൻ്റെ അടുത്ത് വെച്ച്, മാതാവേ ആ റിസൾട്ട് വരുമ്പോൾ ഞാൻ ജയിക്കണേ മാതാവേ, എനിക്ക് നല്ല മാർക്ക് കിട്ടണേ മാതാവേ, എനിക്കൊരു ജോലി വേണം എന്നെൻ്റെ ആവശ്യം മാതാവിന് മാത്രമേ സാധിച്ചു തരാൻ പറ്റത്തുള്ളൂ എന്നുള്ള പ്രത്യാശയോടെ, ആ ഒരു വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ അതുപോലെ തന്നെ ചെയ്തു. റിസൾട്ട് വന്നപ്പോഴത്തേനും കോളേജിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്, ഗ്രൂപ്പിൽ മാഡം ഇട്ടിരിക്കുന്ന പോസ്റ്ററിൽ ഫസ്റ്റ് ക്ലാസ് കിട്ടിയവരെ കൂട്ടത്തിൽ ഞാനും ഉണ്ട്. ആ 12 വർഷത്തിന് ശേഷം പരിശുദ്ധ അമ്മ പ്രവർത്തിച്ചതാണ്. ഞാൻ 2 കുഞ്ഞുങ്ങളുടെ അമ്മയാണ്. അവർ പഠിക്കണം, അവരെ നോക്കണം, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണം. എല്ലാത്തിൻ്റെ ഇടയ്ക്കും പരിശുദ്ധ അമ്മയുടെ സഹായം എന്നെ സഹായിച്ചു, എന്നെ അനുഗ്രഹിച്ചു. എല്ലാവരും ഉടമ്പടി എടുക്കണമെന്ന് ഞാൻ പറയുന്നു. ആരും പറയുന്നത് കൊണ്ടല്ല, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച ഈശോയും മാതാവും നമുക്ക് തരാത്തതായിട്ട് ഒന്നുമില്ല. അത് എൻ്റെ ഒരു സാക്ഷിയാണ്. എൻ്റെ കൂട്ടുകാരോട് ഞാൻ പറയാറുണ്ടായിരുന്നു, കൃപാസനത്തിലെ പത്രം കൊടുക്കും, അക്രൈസ്തവർക്കും കൊടുക്കാറുണ്ട്, കൂടുതൽ അവർക്കാണ് കൊടുക്കുന്നത്. അവർ പറയും ഞാൻ ചേച്ചിയാണ് അവർക്ക്. അപ്പം പറയും, ചേച്ചി പാസ്സാവുമോ ചേച്ചി? ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും പാസ്സാവും, കൃപാസനത്തിലെ പേന വെച്ച് പരീക്ഷ എഴുതും. അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ റിസൾട്ട് വന്നപ്പം ഞങ്ങളൊരു 15 പേര് കൂടുതലുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും നല്ല മാർക്കോടെ പാസ്സായി. എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, ഞാൻ 13-ാം തീയതി ഉടമ്പടി പുതുക്കാൻ വരുമ്പോഴത്തേനും ചേച്ചി ഞങ്ങളും വരുന്നുണ്ട് കേട്ടോ മാതാവിൻ്റെ അടുത്തുനിന്ന്. അതായത് മാതാവിൽ വിശ്വസിച്ചു, മാതാവിൻ്റെ പേന കൊണ്ട് ഞങ്ങൾ എഴുതി. മാതാവിൻ്റെ ആ ഒരു പ്രാർത്ഥന, മാതാവിൻ്റെ അടുത്ത് ആ ഉടമ്പടി പ്രാർത്ഥന, ഞാൻ ഉടമ്പടിയിലിരിക്കുമ്പോഴും എൻ്റെ ഉടമ്പടി തീർന്നു പോകുമ്പോൾ എനിക്ക് എന്തോ ഒരു വിഷമം പോലെ, അയ്യോ എന്തോ ഒന്ന് നഷ്ടപ്പെട്ടു പോയി, പ്രാർത്ഥിക്കണം. പക്ഷെ ഉടമ്പടി ഇല്ലാതെ എങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റും? ഞാൻ എങ്ങനെ സമയം കണ്ടെത്തി ഇവിടെ വന്ന് ഉടമ്പടി എൻ്റെ പുതുക്കുകയും ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. എല്ലാവരും റിസൾട്ട് വന്ന് രജിസ്ട്രേഷൻ ആയതിനു ശേഷമാണ് എല്ലാവർക്കും ജോലി കിട്ടുന്നത്. എൻ്റെ എക്സാം കഴിഞ്ഞപ്പോഴേ മാതാവ് എനിക്ക് ജോലി തന്നു. ഞാൻ ആഗ്രഹിക്കുന്നതിനേക്കാളും നല്ലൊരു വരുമാനത്തിൽ എനിക്കൊരു ജോലി തന്ന്, എനിക്ക് റിസൾട്ട് ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്ന്, എൻ്റെ കൂട്ടുകാരെ ഈശോ സഹായിച്ച്, എൻ്റെ കുടുംബത്തിലുണ്ടായിരുന്ന കടബാധ്യതകൾ, കുടുംബ സമാധാനം, ഞാൻ ആഗ്രഹിക്കുന്ന ദൈവസ്നേഹത്തിലൂടെ അല്ലെ ദൈവത്തിൻ്റെ ഒരു വഴിയിലൂടെ സഞ്ചരിക്കാനുള്ള ഒരു മാർഗം, അല്ലെങ്കിൽ അതിനുള്ളൊരു വ്യക്തിയായിട്ട് ഈശോ എന്നെ മാറ്റി. ഇന്ന് ഇത്രയും ജനങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുമ്പം നമ്മൾ പ്രാർത്ഥിക്കുക,
മാതാവ് നമുക്ക് വേണ്ടി ഈശോയോട് സംസാരിക്കും, ഈശോ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഉടമ്പടിയിലായിരിക്കുമ്പോഴത്തേനും അതിന് കുറച്ചുകൂടെ ശക്തി കൂടുതലാണ്. പിന്നെ എല്ലാ ദിവസവും ഞാൻ ഓരോ ദിവസവും ഉറക്കെണ്ണീറ്റ് എൻ്റെ ഉടമ്പടി പ്രാർത്ഥന കഴിഞ്ഞ് അച്ഛൻ്റെ വചനം കേൾക്കാറുണ്ട്. അത് കേൾക്കുമ്പോൾ മനസ്സിനൊരു സമാധാനമാണ്. എന്തോ ഇന്നത്തെ ദിവസം നമുക്ക് നല്ലതാ വരാൻ പോകുന്നത്, നല്ലത് മാത്രമേ നടക്കത്തുള്ളൂ. അച്ഛൻ്റെ ആ ഒരു ചിരി, ആ ഒരു സംസാരം, ആ ദൈവവചനങ്ങൾ നമ്മൾ കേൾക്കുന്നത് എല്ലാം ഒരു പോസിറ്റീവായിട്ടുള്ളൊരു എനർജി നമുക്ക് തരാറുണ്ട്. അങ്ങനെ എൻ്റെ സുഹൃത്തുക്കൾക്കും പത്രം ഇവിടുന്ന് മേടിച്ചിട്ട് പോയിട്ട് അക്രൈസ്തവരായവർക്ക് കൂടുതൽ കൊടുക്കാനായിട്ട് നോക്കും. എൻ്റെ കോളേജിൽ എല്ലാവർക്കും കൊടുക്കും. വിശ്വാസം ഇല്ലാത്തവരുടെ അടുത്ത് ഞാൻ പറയും, നിരസിക്കണ്ട, ചുമ്മാ ഒന്ന് വെച്ച് നോക്ക്, എന്തെങ്കിലും അത്ഭുതം നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ പത്രം കൊടുക്കാറുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മറ്റുള്ളവർ എൻ്റെ അടുത്ത് ചോദിക്കുന്ന സഹായങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുമ്പോഴത്തേനും പ്രാർത്ഥിക്കാതിരുന്ന ആ ഒരു ദിവസത്തിൽ എന്തോ വലിയ പാപം ചെയ്ത പോലെ, അല്ലെങ്കിൽ എന്തോ ദൈവത്തോട് നമ്മളൊരു തെറ്റ് ചെയ്തതുപോലെ എനിക്ക് തോന്നാറുള്ളത്. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥന മുടക്കാറില്ല, ബൈബിൾ വായിക്കും. ഞാൻ ഓരോ എക്സാം എഴുതാൻ പോകുമ്പോഴേ എൻ്റെ വീടിൻ്റെ അടുത്തൊരു ഷ്രൈനുണ്ട്, ഫാത്തിമ ഷ്രൈൻ എന്നാണ് പേര്. അവിടെ പോയി ഞാൻ പ്രാർത്ഥിക്കുമ്പം മാതാവ് എനിക്ക് തരുന്ന വചനം, ഓരോ കുട്ടികളും പറയും എക്സാം പാടായിരിക്കും ചേച്ചി, എനിക്ക് അറിയത്തില്ലെന്ന്. പക്ഷേ ഞാൻ പറയും, എൻ്റെ അടുത്ത് മാതാവ് സംസാരിച്ച് ബൈബിൾ വായിച്ചപ്പോഴത്തേനും മാതാവ് എനിക്ക് സന്തോഷിക്കുന്ന വാർത്തയാണ് തരുന്നത്. മാതാവ് എന്നെ നോക്കി ചിരിക്കുകയോ ചെയ്യുന്നത്. ആ ചിരിയുടെ അർത്ഥം എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ എൻ്റെ റിസൾട്ട് വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. മാതാവ് പറയുവാണ്, നിനക്ക് വേണ്ടി ഞാൻ വലിയ കാര്യങ്ങളാണ് ഒരുക്കി വെച്ചിരിക്കുന്നതെന്നുള്ളത്. ഇന്ന് ഞാൻ നിങ്ങളുടെ എല്ലാവരും മുമ്പിൽ നിൽക്കുന്നത് മാതാവിൻ്റെ ഒരു സാക്ഷിയാണ്, വലിയൊരു സാക്ഷിയാണ്. മാതാവ് എന്നെ അത്രത്തോളം അനുഗ്രഹിച്ചു, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ചു, എൻ്റെ കൂട്ടുകാരെ അനുഗ്രഹിച്ചു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും മാതാവ് എന്നിലൂടെ പ്രവർത്തിക്കാറുണ്ട്. എല്ലാവരും ഉടമ്പടി എടുക്കുക, പ്രാർത്ഥിക്കുക, മാതാവിൽ വിശ്വസിക്കുക, നല്ലത് മാത്രം വരട്ടെ. ഞാൻ എല്ലാ ഞായറാഴ്ചകളിലും ഞാൻ കുർബാന കൂടാറുണ്ട്. പിന്നെ എനിക്ക് ജോലി ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ജോലി ഉള്ളതുകൊണ്ട് എന്നാൽ സാധിക്കുന്ന വിധം എനിക്ക് കുർബാന കാണാൻ കിട്ടുന്ന സമയങ്ങളിൽ ഞാൻ പള്ളിയിൽ പോവുകയും കുമ്പസാരിക്കുകയും കുർബാന കാണുകയും എല്ലാം ചെയ്യാറുണ്ട്. എൻ്റെ വീട്ടിലായിരുന്നാലും എൻ്റെ ബന്ധുക്കളോടാണെങ്കിലും പരിശുദ്ധ കുർബാന നിരസിക്കുന്നവരോട്, അല്ലെങ്കിൽ ആ സൺഡേ എന്നൊരു ദിവസത്തിന് പ്രാധാന്യം കൊടുക്കാത്തവരടുത്ത് ഞാൻ പറയാറുണ്ട്, ദൈവം പറഞ്ഞിട്ടുണ്ട് നമ്മൾ പള്ളിയിൽ പോകണമെന്നുള്ളത്, ഞായറാഴ്ച ദിവസങ്ങളിൽ പ്രത്യേകിച്ചും പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്തിനങ്ങനെ കാണിക്കുന്നു? പോയി നോക്ക്, അപ്പം അറിയാം അതിൻ്റെ ശക്തി എന്താണെന്നുള്ളത്, അതിൻ്റെ അനുഗ്രഹം എന്താണെന്നുള്ളത്. നമുക്ക് പൈസ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിലുള്ള ആഡംബരമൊന്നുമല്ല, ദൈവത്തിൻ്റെ സന്നിധി ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനമുണ്ട്. അത് ഈ ആലയത്തിൽ നിന്ന് ഇറങ്ങി പുറത്തോട്ട് പോകുമ്പോൾ അത് ഇല്ലാതെയാവും. പക്ഷെ ഇവിടെ ഇരുന്നാൽ അത് അങ്ങനെ തന്നെ നമ്മുടെ കൂടെ നിൽക്കും. ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് ഈ സന്നിധിയിൽ തന്നെ ഇരിക്കാൻ, ഇറങ്ങി പോവാതിരിക്കാൻ പറ്റിയെന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമായിരുന്നു എന്നുള്ളത്. എല്ലാവരും പ്രാർത്ഥിക്കുക, ഇനിയും ഉടമ്പടി എടുക്കുവാനും മാതാവിൻ്റെ സാക്ഷിയായി തീരുവാനും മാതാവ് എന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ചിലർ പറയാറുണ്ട്, ചേച്ചി അമ്മയ്ക്ക് ഭയങ്കര കാലുവേദനയാണ്, കുറേ നാളായി, കുറേ മരുന്ന് കഴിക്കാറുണ്ട്, പക്ഷേ നടക്കാറില്ല. അപ്പം ഈ പറയുന്നവരെല്ലാം നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആണ്, ഞങ്ങൾക്കറിയാം എന്ത് മെഡിസിൻ കൊടുത്താൽ അത് പോകുമെന്നുള്ളത്. ഞാൻ ഒരിക്കലും പറയത്തില്ല മോളെ ആ മെഡിസിൻ കൊടുന്ന്, ഞാൻ പറയും ഉടമ്പടി തൈലം തരാം, അതിട്ട് പ്രാർത്ഥിച്ചാൽ മതി, മാറും. അവരിട്ടിട്ട് വന്ന് പറയുന്നത് എന്താണെന്നറിയാവോ, ചേച്ചി അമ്മയ്ക്ക് കാലുവേദന നല്ല കുറവുണ്ട് കേട്ടോ, അത് കൊള്ളാൻ ചേച്ചി ഇച്ചിരി തരുമോ? ഞാൻ പറഞ്ഞ മോളെ അത് അങ്ങനെ തരുന്നതല്ല, നീ പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുവാന്നുണ്ടെങ്കിൽ നിനക്ക് ആ തൈലം കിട്ടും, നിനക്ക് ഉപയോഗിക്കാം. ഇത് എനിക്ക് അവിടുന്ന് ഉടമ്പടി എടുത്തപ്പോൾ കിട്ടിയത് അങ്ങനെ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ പോയി പ്രാർത്ഥിക്കുക, മാതാവിൻ്റെ അനുഗ്രഹം നമ്മൾ അങ്ങനെയാണ് അനുഭവിച്ചറിയേണ്ടതെന്ന് പറയാറുണ്ട്. പരീക്ഷയ്ക്ക് നമ്മൾ പോകുന്ന സമയത്ത് എല്ലാ കുട്ടികൾക്കും ഞാൻ കൃപാസനത്തിലെ പത്രം കൊടുത്തിട്ടുണ്ട്, പേന കൊടുത്തിട്ടുണ്ട്, തൈലവും ഉപ്പും എല്ലാം ഉപയോഗിച്ചാണ് ഓരോ കുഞ്ഞുങ്ങളും ഓരോ പേപ്പർ എഴുതുമ്പോഴും അവർ പറയും, ചേച്ചി കൃപാസന മാതാവിൻ്റെ പേന വെച്ച് പരീക്ഷ എഴുതുമ്പോഴും വിശ്വാസ പ്രമാണം പഠിച്ചിട്ടാണ് ചേച്ചി എഴുതുന്നത്. ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് അത്രയും സമയം കിട്ടുമോ? കാരണം അത്രയും പേപ്പർ എഴുതാനുള്ളിടത്ത് ഈ വിശ്വാസ പ്രമാണം പഠിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? അവർ പറയും, ചേച്ചി എഴുതും ചേച്ചി, അങ്ങനെ എഴുതുന്നത്, അങ്ങനെയാണ് നമ്മൾ ജയിച്ചതെന്നാണ് അവർ പറയുന്നത്. 15 പേരാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ, അതായത് ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി ജയിച്ചതിനകത്തുള്ളത്. 15 പേരല്ല, മൊത്തം 30 പേരാണ് ഞങ്ങൾ പാസ്സായിട്ടുള്ളത്. മാതാവ് ഞങ്ങൾക്ക് തന്ന ഒരു അനുഗ്രഹം വലിയൊരു അനുഗ്രഹമാണ്. അവിടുന്ന് അവനെ എന്നേക്കും അനുഗ്രഹപൂർണനാക്കി. അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ സന്തോഷം കൊണ്ട് അവരെ ആനന്ദിപ്പിച്ചു. സങ്കീർത്തനം 21 6-ാം വചനമാണ്. ഉടമ്പടി ദൈവത്തോടുള്ള ഒരടുത്ത ബന്ധമാണ്, ഒരു ആത്മീയ ബന്ധം. ദൈവസന്നിധിയിൽ സന്തോഷം ആനന്ദിക്കാനുള്ള ഒരു ബന്ധം. അനുഗ്രഹങ്ങളുടെ ഉറവയായ ദൈവത്തിലേക്ക് അടുക്കാനും ആ സാന്നിധ്യത്തിൽ ജീവിക്കാനും ജീവിതം നയിക്കുവാനുമുള്ള ഒരു വിളിയാണ് ഉടമ്പടി. ഒരനുഗ്രഹമാണ്, ഒരു തെരഞ്ഞെടുപ്പാണ്.
എല്ലാവർക്കും ആ വിളിയില്ല. പക്ഷെങ്കിൽ ഉടമ്പടിയിൽ മാതാവ് ഇഷ്ടമുള്ളവരെ മാതാവ് തിരഞ്ഞെടുക്കുകയാണ്. ആ വിളി കേട്ട് ആ വിളിക്ക് അനുസൃതമായി ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഈശോയും അമ്മയും കടന്നു വരുന്നത്. ദൈവസന്നിധിയിലെ ദൈവ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ സന്തോഷവും ആനന്ദവും നൽകും. ഉടമ്പടി വിശ്വാസത്തോടെ വിശ്വസ്തയോടെ പാലിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ മറ്റുള്ളവർക്ക് നമ്മളൊരു അനുഗ്രഹമാവും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഗ്രഹം ലഭിക്കും. ആ അനുഗ്രഹമാണ് നാം മറ്റുള്ളവർക്ക്, കുടുംബത്തിലുള്ളവർക്കും, നമ്മുടെ കൂട്ടുകാർക്കും, നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത്. അവനെ എന്നേക്കും അനുഗ്രഹപൂർണനാക്കി അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ സന്തോഷം കൊണ്ട് അവരെ ആനന്ദിപ്പിച്ചു എന്നാണ്. ഒരു സന്തോഷത്തോടെ ഒരു ആനന്ദത്തോടെയാണ് കോമൾ എന്ന മകൾ നമ്മളോട് സാക്ഷ്യപ്പെടുത്തുന്നത്. ദൈവസാന്നിധ്യം അടുത്തറിഞ്ഞ ആ സന്തോഷം, ദൈവത്തിൻ്റെ കരുണയും അനുഗ്രഹവും ലഭിച്ച ആ സന്തോഷത്തോടെ ആ ആനന്ദത്തോടെയാണ് മകൾ നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. 12 വർഷം +2 കഴിഞ്ഞിട്ട് വീട്ടിലായിരുന്നു. പഠിത്തമില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല, സാമ്പത്തിക ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു, കടബാധ്യതകളും ഉണ്ടായിരുന്നു. ഇതിനൊക്കെ ഇടയിൽ എങ്ങനെ പഠിക്കും, എങ്ങനെ ഒരു ഭാവിയുണ്ട്, അതിനെപ്പറ്റി ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല. പക്ഷെങ്കിൽ ഈശോയുടെ അമ്മയുടെ അടുത്തറിഞ്ഞപ്പോൾ ഈ മകൾക്ക് ഒരു പുതിയ വഴി തുറന്നു കൊടുക്കുകയായിരുന്നു. അങ്ങനെയാണ് മകൾ നഴ്സിങ്ങിന് പോകാൻ സാധിക്കുകയും ആ സാമ്പത്തിക ഇടപെടലുകളൊക്കെ ഒരു പെട്ടെന്നായിരുന്നു. ലോൺ പാസ്സാവുകയും പിന്നെ പെട്ടെന്ന് തന്നെ എല്ലാം നടത്തി കൊടുക്കുകയായിരുന്നു ഉടമ്പടി എടുത്ത ഉടനെ. അതും 12 വർഷം നടക്കാത്ത കാര്യമാണ് ഉടമ്പടിയിലെടുത്ത ഉടനെ ഈശോയും അമ്മയും നടത്തി കൊടുക്കുന്നത്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ, സമയത്തിൻ്റെ മേൽ അധികാരമുള്ള അമ്മയാണ് കൂടെയുള്ളത്. ആ അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 12 വർഷം നടക്കാത്ത കാര്യം ഈ മകൾക്ക് നഴ്സിംഗ് പാസ്സാകാൻ സാധിച്ചു. അതായത് ഓരോ വർഷവും എക്സാം എഴുതുമ്പോഴും ഉടമ്പടി വസ്തുക്കളായ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും പിന്നെ ഈ മകൾ പറഞ്ഞത് അതൊക്കെ ഉപയോഗിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് എക്സാം പാസ്സാകാൻ സാധിച്ചത്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, ദൈവത്തിൻ്റെ ഒരു കൃപയാലാണ് ഈ എക്സാം പാസ്സാകാൻ സാധിച്ചതെന്നാണ്. അത് തന്നെയുമല്ല ഈ മകൾ പറഞ്ഞത്, ഞാൻ മാത്രമല്ല എൻ്റെ കൂട്ടുകാർക്ക് കൂടെ ഞാൻ ഷെയർ ചെയ്തു. ഉടമ്പടി തൈലം മറ്റുള്ളവർക്ക് കൊടുക്കുകയും കൂട്ടുകാർക്ക് കൊടുക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങൾ 15 പേര് നഴ്സിംഗ് സ്റ്റുഡൻസിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും പലരും അക്രൈസ്തവരായിരുന്നു. പക്ഷെങ്കിൽ അവരെല്ലാവരും ചേർന്ന് നിന്ന് ഒന്നിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഫലമായിട്ട് ആ 15 പേരും എക്സാം പാസ്സാകാൻ സാധിച്ചു എന്നാണ് മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. കോമളിനും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി,